read again the key verse that we read last evening, namely Proverbs chapter 24 and verse 6. കഴിഞ്ഞ സന്ധ്യാസമയം നാം വായിച്ച അതേ കുറിവാക്യം, സദൃശ്യവാക്യം 24-ന്റെ 6-ാം വാക്യം വീണ്ടും നമുക്ക് വായിക്കാം. ഭരണസാമർത്ഥ്യത്തോടെ നീ യുദ്ധം നടത്തി ജയിക്കും, മന്ത്രിമാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട്. For by wise counsel thou shalt meet thy war, and in multitude of counselors there is safety. Praise the Lord. ദൈവത്തിന് മഹത്വം. The title seems to be attractive in the sense that you might tend to think that we're going to speak about world wars and end time events. ഈ വിഷയം ഒരുപക്ഷെ ആകർഷകമായി തോന്നിയേക്കാം. കാരണം അത് കേൾക്കുമ്പോൾ ലോകത്തിൽ നടക്കുന്ന യുദ്ധങ്ങളെയോ അല്ലെങ്കിൽ അന്ത്യകാല സംഭവങ്ങളെയോ കുറിച്ചാണ് ഞങ്ങൾ പറയുവാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഓർത്തേക്കാം. But we are going to focus on the wars that take place in our lives. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന യുദ്ധങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. Wars cannot be fought by brute force. വെറും ശക്തി കൊണ്ട് മാത്രം നമുക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയുന്നതല്ല. In Ecclesiastes chapter 9 and verse 18 we read that wisdom is greater or better than weapons of war. സഭാപ്രസംഗി 9-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഞാൻ യുദ്ധായുധങ്ങളെക്കാളും നല്ലത് എന്നാണ് നാം വായിക്കുന്നത്. And even in this world people are using wisdom and strategies and cunning shrewdness to win their little battles. ഇന്നത്തെ ഈ ലോകത്തിൽ അവരുടെ ചെറിയ യുദ്ധങ്ങൾ ജയിക്കേണ്ടതിന് മനുഷ്യർ യുദ്ധതന്ത്രങ്ങളും ഉപായങ്ങളും ചതിയും എല്ലാം ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. Coming to our lives, നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ we are all facing problems and challenges and difficult situations every day. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും വെല്ലുവിളികളും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളും അനുദിനം നാം നേരിടുന്നവരാണ്. They might come as pressure or pleasure. അവ ഒരുപക്ഷെ സമ്മർദ്ദത്തോടെയോ അല്ലെങ്കിൽ സന്തോഷം നൽകുന്നതായോ വന്നേക്കാം. Both are wars. രണ്ടും യുദ്ധങ്ങൾ തന്നെയാണ്. They will come suddenly unannounced. അവ പെട്ടെന്ന് മുന്നറിയിപ്പുകളൊന്നും കൂടാതെ വരും. They will come naturally as part of life's events. ജീവിതത്തിന്റെ സംഭവങ്ങളോട് ചേർന്ന് അത് സ്വാഭാവികമെന്നതുപോലെ വരും. If we are not wise to tackle these problems properly, ഈ പ്രശ്നങ്ങൾ ശരിയായ വിധത്തിൽ നേരിടുവാൻ നമുക്ക് ജ്ഞാനം ഇല്ല എങ്കിൽ we will be on the defeated side. നാം പരാജയപ്പെട്ട ഭാഗത്തായി തീരും. And ultimately after death we'll land up in the wrong eternity. അവസാനം മരണത്തിനപ്പുറം നാം തെറ്റായ നിത്യതയിൽ എത്തിച്ചേരുവാനിടയാകും. When we face a problem or a trial in the form of pleasure or pressure, ഒരു സന്തോഷത്തിന്റെ അല്ലെങ്കിൽ സമ്മർദ്ദത്തിന്റെ രൂപത്തിൽ നമ്മൾ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു പ്രശ്നം നേരിടുമ്പോൾ, as I told you yesterday, our flesh or inside us is a natural instinct that is inclined the wrong way. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം ഉള്ളിൽ സ്വാഭാവികമായി നമ്മുടെ ജഡത്തിൽ നിന്ന് ഉയർന്നു വരുന്ന തെറ്റായ വിധത്തിൽ പ്രതികരിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ട്. That is faster because it's part of us. It's faster than the word of God. അത് നമ്മുടെ തന്നെ ഭാഗമായിരിക്കുന്നത് കൊണ്ട് ദൈവവചനത്തെക്കാൾ വേഗതയുള്ളതാണ്. So that first impulse is faster than the word of God and makes us do the wrong things. ആദ്യത്തെ ആ പ്രതികരണം ദൈവവചനത്തെക്കാൾ വേഗതയുള്ളതായി നമ്മെ കൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു. You will see after some time, അല്പസമയത്തിന് ശേഷം നാം വീണ്ടും കാണുവാനിടയാകും that you and I have an enemy that is bigger than the devil. പിശാചിനേക്കാൾ വലിയ ഒരു ശത്രു എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. So our first impulse will tell us to do things the wrong way. We will think it's right, but we will not use our thinking. We will
quickly make wrong decisions. നാം നമ്മുടെ ആദ്യത്തെ പ്രതികരണം തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കും. നമുക്കത് ശരിയായി എന്ന് തോന്നും. പക്ഷേ കാര്യങ്ങൾ ശരിയായ വിധത്തിൽ ചെയ്യുവാൻ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനത്തെ ഉപയോഗിക്കുവാൻ അത് നമ്മെ സമ്മതിക്കുകയില്ല. We'll look for vengeance. നാം പ്രതികാരത്തിന് വേണ്ടി അവസരം കാത്തിരിക്കും. We'll feel like killing those who are working against us. നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരെ കൊന്നു കളയണമെന്ന് പോലും നമുക്ക് തോന്നും. Or we'll feel like dying ourselves. അല്ലെങ്കിൽ നമുക്ക് തന്നെ ചത്തുകളഞ്ഞേക്കാമെന്ന് തോന്നും. Or we will not talk to certain people. അല്ലെങ്കിൽ നാം ചിലരോട് സംസാരിക്കുകയില്ല. Or we'll stop eating. അല്ലെങ്കിൽ നാം ഭക്ഷണം വെടിയും. Or we'll lock up our room and stay indoors for hours. നമ്മുടെ മുറി അടച്ചു പൂട്ടി മണിക്കൂറുകൾ അകത്ത് തന്നെ ഇരിക്കും. These are the foolish ways in which people are fighting their life's battles. ഇതാണ് മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിന്റെ യുദ്ധങ്ങളെ ഭോഷത്വപരമായി നേരിടുന്നതായ വിധം. But the key verse says, when you face your war, your life's battles, think and plan first. നാം വായിച്ച കുറിവാക്യം പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ യുദ്ധങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ അത് ചിന്തിച്ച് ബുദ്ധിയോടെ അതിനെ നേരിടണം. There are many questions that you should ask yourself before you come to a conclusion or a decision. ഒരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു അവസാനത്തിലേക്കോ വരുന്നതിന് മുമ്പ് നാം ചിന്തിക്കേണ്ടുന്ന പല ചോദ്യങ്ങളുണ്ട്. In the Old Testament, there was a war that the Israelites fought. പഴയ നിയമത്തിൽ ഇസ്രായേൽ ചെയ്ത ഒരു യുദ്ധമുണ്ടായിരുന്നു. It was a battle against a small city called Ai. അത് ഹായ് എന്നു പേരുള്ള ഒരു കൊച്ചു പട്ടണത്തിന് നേരെ ആയിരുന്നു. And when they went to fight, we see God using a strategy to fight that battle. അവര് യുദ്ധം ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ ദൈവം ഒരു യുദ്ധതന്ത്രം അതിനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. He tells them to fight in a certain way and act as though they are being defeated and run away from them. ദൈവം അവരോട് പറയുകയാണ്, നിങ്ങളൊരു പ്രത്യേക രീതിയിൽ യുദ്ധം ചെയ്യണം. യുദ്ധം ആരംഭിച്ചപ്പോൾ പരാജയപ്പെടുന്നത് പോലെ അഭിനയിച്ച് അവരുടെ മുമ്പിൽ നിന്ന് തോറ്റവരെ പോലെ ഓടണം. And that's how they won the battle. അങ്ങനെയാണ് അവരെ യുദ്ധം ജയിച്ചത്. So in life's battles also, we should do things wisely. ജീവിതത്തിന്റെ യുദ്ധങ്ങളിൽ നാം കാര്യങ്ങൾ ബുദ്ധിയോടെ പ്രവർത്തിക്കണം. Yesterday I told you we have to ask ourselves 7 questions. When we are going through a problem, whatever that problem, we must ask ourselves 7 questions. Asking those questions and arriving at the answer is our wisdom in war. ഇന്നലെ ഞാൻ പറയുകയുണ്ടായി, നമ്മൾ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം നേരിടുമ്പോൾ 7 ചോദ്യങ്ങൾ ചോദിക്കണം. 7 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം കണ്ടെത്തി അതിൽ അനുഭവമാക്കുന്നതാണ് ജ്ഞാനത്തോടെ യുദ്ധം ചെയ്യുക എന്നുള്ളത്. So the first question that we saw was the question what. ആദ്യം നാം കണ്ട ചോദ്യം, ഒന്നാമത്തെ ചോദ്യം എന്നുള്ളത് എന്ത് എന്നുള്ളതാണ്. What is a war in the New Testament or for you and for me? പുതിയ നിയമത്തിൽ എനിക്കും നിങ്ങൾക്കും എന്താണ് ഒരു യുദ്ധം? Every problem that we face, every difficult situation that we face is our war. നാം നേരിടുന്ന ഓരോ പ്രശ്നവും, നമുക്ക് നേരിടുന്ന ഓരോ ബുദ്ധിമുട്ടേറിയ സന്ദർഭങ്ങളും നമ്മുടെ യുദ്ധമാണ്. The Bible calls us soldiers. That means we have to face our difficulties from a soldier's perspective, not from a human perspective. ബൈബിൾ നമ്മെ ഭടന്മാർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ നാം ഒരു ഭടന്റെ വീക്ഷണത്തിൽ കൂടെ വേണം നേരിടുവാൻ, അല്ലെങ്കിൽ ഒരു മാനുഷികമായ വീക്ഷണകോണിൽ കൂടെ അല്ല. One day, one servant of God fell sick. ഒരു ദിവസം ഒരു ശുശ്രൂഷകൻ രോഗിയായി തീർന്നു. So he told me what he told God. താൻ ദൈവത്തോട് എന്താണ് പറഞ്ഞത് എന്നുള്ളത് താൻ എന്നോട് പറഞ്ഞു. He said, Lord, don't heal me in a hurry. Let me learn faith. Let me learn to fight. എന്നെ പെട്ടെന്ന് സൗഖ്യമാക്കരുതേ, ഞാൻ വിശ്വാസം പഠിക്കട്ടെ, ഞാൻ യുദ്ധം ചെയ്യാൻ പഠിക്കട്ടെ. That's a soldier's perspective. അതാണ് ഒരു ഭടന്റെ വീക്ഷണം. And another servant of God once said, ഒരിക്കൽ മറ്റൊരു കർത്തൃ ശുശ്രൂഷകൻ പറഞ്ഞു, he said, Lord, you're speaking to me so much. Please stop speaking to me for a few days because I want to exercise my faith. കർത്താവേ, നീ എന്നോട് വളരെയധികം സംസാരിക്കുന്നുവല്ലോ, ദയവായി കുറച്ചു ദിവസം എന്നോടൊന്ന് സംസാരിക്കുന്നത് നിർത്തണമേ, കാരണം ഞാൻ എന്റെ വിശ്വാസത്തെ ഒന്ന് പരിശീലിക്കട്ടെ.
We are looking for God to talk to us, but here is a saint who says, please don't talk to me for some time, let me exercise my faith. നാം ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിനായിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു വിശുദ്ധൻ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഞാൻ എന്റെ വിശ്വാസം ഒന്ന് പരിശീലിക്കേണ്ടതിനായി കുറച്ച് ദിവസം എന്നോട് സംസാരിക്കരുതേ. So this is how we should encounter or face our problems, not flee from it. ഇപ്രകാരമാണ് നമ്മുടെ പ്രശ്നങ്ങൾ നാം നേരിടേണ്ടത്, അല്ലാതെ അവ വിട്ട് ഓടിപ്പോകുകയല്ല. Our flesh wants deliverance. നമ്മുടെ ജഡം വിടുതൽ ആഗ്രഹിക്കുന്നു. We don't want to fight battle the legal way. We just want to escape and come out of it. നിയമപരമായ വിധത്തിൽ യുദ്ധം ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, എങ്ങനെയെങ്കിലും അത് ഓടിപ്പോരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. We'll compromise, we'll surrender as long as we are happy. നാം സന്തോഷമായിരിക്കുന്നിടത്തോളം നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കും. But we need to be overcomers. പക്ഷെ നാം ജയാളികളായി തീരണം. The second aspect of the question, what is a war? എന്താണ് ഒരു യുദ്ധം എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഭാഗം. In our life, everything is war. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒരു യുദ്ധം തന്നെ. Even those small essentials of life, the normal things of life are part of our warfare. നമ്മുടെ ജീവിതത്തിന്റെ വളരെ അത്യാവശ്യമായ കാര്യങ്ങളും സാധാരണഗതിയിലുള്ള സംഭവങ്ങളും യുദ്ധത്തിന്റെ ഭാഗമാണ്. The Bible specifies limits and boundaries for even these normal things like sleeping, like talking, like reading, and eating, and so on. When we cross these boundaries, we are failing in life's battles. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ അത്യാവശ്യ ഘടകങ്ങളായ ഉറക്കം, ഭക്ഷണം, സംസാരം, ഇങ്ങനെയുള്ള വായന, ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾക്ക് പോലും ബൈബിൾ എല്ലാ കാര്യത്തിനും അതിരുകൾ വെച്ചിട്ടുണ്ട്. അതിനെ നാം മറികടക്കുമ്പോൾ അത് നമുക്ക് തെറ്റായ വിധത്തിൽ നാം യുദ്ധം ചെയ്യുന്നു. When we read the Bible carefully, we will realize we are not called to just occupy some small corner in heaven. We are called to be overcomers. നാം വേദപുസ്തകം വായിക്കുമ്പോൾ സ്വർഗത്തിലെ ഏതെങ്കിലും ഒരു മൂല അവകാശമാക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. We are called to be overcomers. നാം ജയാളികളായി തീരുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് കാണാം. An overcomer should be wary or careful about small things. ഒരു ജയാളി ഈ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും വളരെ കരുതലുള്ളവനായിരിക്കണം. We should not be careless about small things, because that's where he knows we are soldiers. He knows to be careful, so he will start small. ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും നാം അശ്രദ്ധയുള്ളവരായിരിക്കരുത്. അവനറിയാം നാം പടയാളികളാണ്, നാം ശ്രദ്ധയുള്ളവരാണ് എന്നറിയാം. അതുകൊണ്ട് അവൻ ചെറിയ കാര്യങ്ങൾ വെച്ചായിരിക്കും തുടങ്ങുന്നത്. The next question we answered yesterday was the question why. ഇന്നലെ നാം ഉത്തരം കണ്ടെത്തിയ രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ട് എന്നുള്ളതാണ്. Why is God allowing these in our lives? എന്തുകൊണ്ടാണ് ദൈവം ഇവ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്? There were many reasons, but we went into detail about two reasons. പല കാരണങ്ങളുണ്ട്, പക്ഷെ രണ്ട് കാരണങ്ങൾ നാം ആഴത്തിൽ ചിന്തിച്ചു. The first reason is God allows these trials and difficult situations in our life so that he might change our character. ദൈവം ഈ പരീക്ഷകളും ബുദ്ധിമുട്ടേറിയ സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതിന്റെ ഒരു കാരണം നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാനാണ്. You and I are going to a place in heaven called New Jerusalem, where we are going to not just be with Jesus, we are going to marry Jesus. ഞാനും നിങ്ങളും സ്വർഗത്തിൽ പുതിയ യെരൂശലേം എന്നുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നാം വെറുതെ യേശുവിനോട് കൂടെ ആയിരിക്കുകയല്ല ചെയ്യുന്നത്, നാം യേശുവിനെ വിവാഹം കഴിക്കുവാൻ പോകുന്നു. Jesus was not just humble, he was perfect in humility. യേശു താഴ്മയുള്ളവനായിരുന്നു എന്നല്ല, യേശു താഴ്മയിൽ പൂർണ്ണതയുള്ളവനായിരുന്നു. He was not just holy, he was perfectly holy. താൻ വിശുദ്ധൻ മാത്രമായിരുന്നില്ല, വിശുദ്ധിയിൽ പൂർണ്ണതയുള്ളവനായിരുന്നു. He was perfect in patience. താൻ സഹിഷ്ണുതയിൽ പൂർണ്ണതയുള്ളവനായിരുന്നു. Perfect in love. സ്നേഹത്തിൽ തികഞ്ഞവനായിരുന്നു. He is a caring God. താൻ കരുതുന്ന ഒരു ദൈവമാണ്. He is a God of simplicity. താൻ ലാളിത്യമുള്ളൊരു ദൈവമാണ്. But we don't have any of these things. പക്ഷെ നമുക്ക് ഇവയൊന്നും തന്നെയില്ല. So for us to be as we are and marry this Jesus is a mismatch. നാം ഇന്ന് ആയിരിക്കുന്നത് പോലെ തന്നെ ആയിരുന്നു യേശുവിനെ വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ ഒട്ടും യോഗ്യതയുള്ളതല്ല. So that's why Jesus is in love with us as we are, weak as we are, sinners as we are,
But He can't marry us when we are like this. നാം ആയിരിക്കുന്നത് പോലെ തന്നെ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇതേ സ്വഭാവത്തോടുകൂടി യേശു നമ്മെ സ്നേഹിക്കുന്നെങ്കിൽ തന്നെയും നമുക്ക് ഇങ്ങനെ തന്നെ യേശുവിനെ വിവാഹം കഴിക്കുവാൻ സാധിക്കുകയില്ല. So He wants to change us. അതുകൊണ്ട് അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. And in order to change us, He has to break us. നമ്മെ രൂപാന്തരപ്പെടുത്തേണ്ടതിന് അവന് നമ്മെ തകർക്കേണ്ടതായി വരുന്നു. Because we are stubborn people. കാരണം നാം കഠിന ഹൃദയമുള്ളവരാണ്, ദുശാഠ്യമുള്ളവരാണ്. We think we know everything while we know nothing. നമുക്ക് ഒന്നും അറിയാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് നമുക്കെല്ലാം അറിയാമെന്നാണ്. We are proud and rebellious and disobedient. നാം നിഗളികളും മത്സരികളും അനുസരണം കെട്ടവരുമാണ്. So when God communicates something to us, we are not ready to listen. ദൈവം നമ്മോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ നാം അത് ശ്രദ്ധിക്കുവാൻ ഒരുക്കമുള്ളവരല്ല. We are easily ignoring what He tells us. അവൻ നമ്മോട് സംസാരിക്കുന്നത് വളരെ ലളിതമായി തന്നെ നമ്മൾ തള്ളിക്കളയുന്നു. So He has to break us to get our attention. നമ്മുടെ ശ്രദ്ധ ലഭിക്കേണ്ടതിന് അതുകൊണ്ട് അവന് നമ്മെ തകർക്കേണ്ടതായിട്ട് വരുന്നു. And when that pride is broken and when we are helpless, that's when we start looking up to Him. നമ്മുടെ നിഗളം തകർക്കപ്പെട്ട് നാം നിസ്സഹായരായി തീരുമ്പോഴാണ് നാം അവനെ നോക്കുവാൻ തുടങ്ങുന്നത്. And then He is ready to teach us. അപ്പോൾ അവൻ നമ്മെ പഠിപ്പിക്കുവാൻ ഒരുക്കമുള്ളവനാണ്. And then we are ready to listen. അപ്പോൾ നാം കേൾക്കുവാനും ഒരുക്കമുള്ളവരാണ്. So in that difficult situation that you are going through, നിങ്ങൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ടേറിയ ആ സന്ദർഭത്തിൽ don't murmur. Don't point your finger at other people. Don't point your finger at God. Don't just keep asking God, why is this happening? When will I be delivered? Is He blind? Is He heartless? Stop asking those questions. നിങ്ങൾ പിറുപിറുക്കരുത്, നിങ്ങൾ മറ്റുള്ളവരെ വിരൽ ചൂണ്ടരുത്, ദൈവത്തിന്റെ നേരെ വിരൽ ചൂണ്ടരുത്. ദൈവത്തെ നോക്കി എന്തുകൊണ്ടാണ് നീ ഇത് അനുവദിക്കുന്നത്, ദൈവം കാണുന്നില്ല, ഇതിന്റെ അവസാനമില്ല, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ ചോദിക്കരുത്. We are the blind people. We are the heartless people, not Him. നാമാണ് അന്ധന്മാരായിരിക്കുന്നത്, നാമാണ് ഹൃദയശൂന്യർ, ദൈവമല്ല. So we need to break down and humble ourselves and listen to what He's trying to say. അതുകൊണ്ട് നാം തകർക്കപ്പെടണം, നമ്മെ തന്നെ താഴ്ത്തി അവൻ നമ്മോട് സംസാരിക്കുന്നത് നാം ശ്രവിക്കണം. So even in those difficult situations, God's communication, His voice is hidden. Listen to what He's trying to tell you. ആ ബുദ്ധിമുട്ടേറിയ സന്ദർഭങ്ങളിൽ പോലും ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ ശബ്ദം മറഞ്ഞിരിക്കുകയാണ്. അവൻ നമ്മോട് സംസാരിക്കുന്നത് എന്താണ് എന്ന് ശ്രദ്ധിപ്പിൻ. So in continuing our learning wisdom in war, we are going to ask the next question. യുദ്ധത്തിൽ ബുദ്ധിശാലികളായി തീരുവാൻ പഠിക്കേണ്ടതിന് അടുത്ത ചോദ്യം നാം ചോദിക്കുവാൻ പോകുകയാണ്. So we ask the question what, the question why, and now the third question is the question who. എന്ത് എന്നും എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ശേഷം ഇപ്പോൾ അടുത്ത ചോദ്യം ആര്. In every trial we have enemies. That's why we call it a war. നമ്മുടെ ഓരോ യുദ്ധങ്ങളിലും നമുക്ക് ശത്രുവുണ്ട്. അതുകൊണ്ടാണ് നാം അതൊരു യുദ്ധം എന്ന് പറയുന്നത്. We must find out who these enemies are and we must know how to fight them. ഈ ശത്രുക്കൾ ആരാണ് എന്ന് നാം കണ്ടുപിടിച്ചിട്ട് വേണം നാം യുദ്ധം ചെയ്യുവാൻ. So the question is who is our enemy? ചോദ്യം ആരാണ് നമ്മുടെ ശത്രു. We will read two verses from the Bible. ബൈബിളിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. Ephesians chapter 6 and verse 12. എഫേസ്യ ലേഖനം 6:12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. For we wrestle not against flesh and blood, but against principalities, against powers, against the rulers of the darkness of this world, against spiritual wickedness in high places. We'll read another verse. മറ്റൊരു വാക്യം കൂടി വായിക്കാം. 1 Corinthians chapter 9 verses 26 and 27. 1 കൊരിന്ത്യർ 9:26-27. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. I therefore so run, not as uncertainly, so fight I not as one that beateth the air, but I keep unto my body and bring it into subjection, lest that by any means when I have preached to others, I myself should be a castaway. There are three important points that emerge from these two verses. ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നു. The first point is we have an enemy. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒരു ശത്രുവുണ്ട്. That is why St. Paul says in 1 Corinthians chapter 9,
I fight not as one that beateth the air. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 9-26 വാക്യത്തിൽ പറയുന്നത്, ഞാൻ ആകാശത്തെ കുത്തുന്നത് പോലെ അല്ല യുദ്ധം ചെയ്യുന്നത്. When a boxer goes to fight his match, ഒരു ബോക്സിംഗുകാരൻ അല്ലെങ്കിൽ ഗുസ്തിക്കാരൻ തന്റെ യുദ്ധത്തിനായി മത്സരത്തിന് പോകുമ്പോൾ, for practice he will beat the air just to flex his muscles. പരിശീലനത്തിന് അവൻ ഒരുപക്ഷെ ആകാശത്തെ കുത്തുന്നത് പോലെ കാണിക്കും, കാരണം തന്റെ മസിലുകളൊക്കെ ഒന്ന് ലൂസാക്കുവാൻ. Or he might use a punching bag. അല്ലെങ്കിൽ ഒരു പഞ്ചിങ് ബാഗ് താൻ ഉപയോഗിച്ചേക്കാം. But St. Paul is saying, I am not doing that. I am not fighting like one who beats the air. This is not practice. This is a real match, which means I have an opponent in front of me. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ അത് അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ ആകാശത്തെ കുത്തുന്നത് പോലെ, പരിശീലന മത്സരം കളിക്കുന്നത് പോലെ അല്ല ഞാനിത് ചെയ്യുന്നത്. ഞാൻ ശരിയായ യുദ്ധം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഒരു ശത്രു ഉണ്ട് എന്നാണ് അർത്ഥം. The second important point that I learned from these verses, ഈ വചനങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, I have two enemies. എനിക്ക് 2 ശത്രുക്കളുണ്ട്. The second enemy is the devil. രണ്ടാമത്തെ ശത്രുവാണ് പിശാച്. The first enemy, which is worse than the devil, ഒന്നാമത്തെ ശത്രു പിശാചിനേക്കാൾ വളരെ മോശമാണ്. that is me. അത് ഞാൻ തന്നെയാണ്. You are your first enemy. I am my first enemy. നിങ്ങളാണ് നിങ്ങളുടെ ഒന്നാമത്തെ ശത്രു, ഞാനാണ് എന്റെ ഒന്നാമത്തെ ശത്രു. So the devil is not our only enemy. There's a closer enemy, that is you are your enemy, I am my enemy. പിശാചല്ല നമ്മുടെ ഒന്നാമത്തെ ശത്രു, അതിനേക്കാൾ വലിയ ഒരു ശത്രു നമ്മോട് അടുത്തിരിക്കുന്നുണ്ട്. നിങ്ങളാണ് നിങ്ങളുടെ ശത്രു, ഞാനാണ് എന്റെ ശത്രു. That is why in 1 Corinthians 9, in that verse that we read, അതാണ് 1 കൊരിന്ത്യർ 9 വാക്യത്തിൽ നാം വായിച്ചത്. when he says, I am not fighting as one that beateth the air, he's saying I have an enemy, and the next verse he says who that enemy is. ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് എന്ന് താൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം എനിക്കൊരു ശത്രുവുണ്ട് എന്നാണ്. അടുത്ത വാക്യത്തിൽ ആരാണ് ആ ശത്രു എന്ന് താൻ പറയുന്നു. It's not the devil. അത് പിശാചല്ല. It's me. I subject my body. I'm punching my own body and bringing it under subjection. അത് ഞാൻ തന്നെയാണ്. ഞാൻ എന്റെ ശരീരത്തോടാണ് പോരാടുന്നത്. എന്റെ ശരീരത്തെ തന്നെയാണ് ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. അതിനെ ഞാൻ അടിമത്തത്തിലേക്ക് അടിമയാക്കി കൊണ്ടുവരുന്നു. My flesh, my carnality is my enemy. എന്റെ ജഡം, എന്റെ പ്രാകൃതമാണ് എന്റെ ശത്രു. And I'm fighting against that. ഞാൻ അതിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്. If I don't fight like that, I'll be preaching to others and I will become a castaway. അങ്ങനെ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം കൊള്ളരുതാത്തവനായി തീർന്നേക്കാം. The third point that I find from here, ഇതിൽ നിന്ന് ഞാൻ കാണുന്ന മൂന്നാമത്തെ പോയിന്റ്, in Ephesians chapter 6 and verse 12, എഫേസ്യ ലേഖനം 6-12 വാക്യത്തിൽ, the Bible does not just say our warfare is with principalities and powers and rulers of the darkness of this world and spiritual wickedness in heavenly places. വേദപുസ്തകം പറയുന്നത് നമുക്ക് വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും യുദ്ധമുണ്ട് എന്ന് മാത്രമല്ല, the Bible specifies that our warfare is not with flesh and blood. വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. That means the third point is human beings are not our enemies. മൂന്നാമത്തെ പോയിന്റ്, മനുഷ്യർ നമ്മുടെ ശത്രുക്കളല്ല. Unfortunately, we are studying wisdom in war. When you look at these 3 points, when we fight our battles, we've got it all upside down. നാം യുദ്ധത്തിലുള്ള ആ ജ്ഞാനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. നാം ഈ 3 കാര്യങ്ങൾ വെച്ച് നമ്മുടെ യുദ്ധത്തെ പരിശോധിക്കുമ്പോൾ നാം ഈ 3 കാര്യങ്ങളും നേരെ തലതിരിച്ചാണ് ചെയ്യുന്നത്. When the Bible says don't fight with human beings are our enemies. മനുഷ്യരോട് പോരാടരുത് എന്ന് വേദപുസ്തകം പറയുമ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോട് തന്നെയാണ്. When the Bible says the devil is your enemy, we don't discern the devil. We are looking at the situation alone. പിശാചാണ് നിങ്ങളുടെ ശത്രു എന്ന് ബൈബിൾ പറയുമ്പോൾ നാം പിശാചിനെ തിരിച്ചറിയാതെ വിവേചിക്കാതെ സാഹചര്യങ്ങളെ നോക്കുകയാണ്. And when the Bible says you are your first enemy, I like myself so much. വേദപുസ്തകം പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ഒന്നാമത്തെ ശത്രു എന്ന് പറയുമ്പോൾ നാം പറയുന്നത് എനിക്ക് എന്നെ വളരെ ഇഷ്ടമാണ്. So we are not wise in our warfare is what we learn, and we need to rectify these things and set these things right. യുദ്ധത്തിൽ നാം ജ്ഞാനമുള്ളവരല്ല എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് വെച്ച് നാം നമ്മെ തന്നെ തിരുത്തി രൂപാന്തരപ്പെടുത്തി എടുക്കേണ്ടിയിരിക്കുന്നു. One day when I was studying in college, when I was teaching in college, ഞാൻ ഒരിക്കൽ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ,
I had just passed out of college and become a lecturer. ഞാൻ കോളേജ് പഠനം കഴിഞ്ഞ ഉടനെ ഞാൻ അവിടുത്തെ ഒരു അധ്യാപകനായി ലെക്ചററായി മാറി. One day there was a problem in college and the college was closed. Only the staff members were let inside. ഒരു ദിവസം കോളേജിൽ ഒരു പ്രശ്നമുണ്ടായി. കോളേജ് അടച്ചിടുവാനിടയായി. സ്റ്റാഫ് അല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാർ മാത്രമാണ് അകത്തുണ്ടായിരുന്നത്. None of the students were allowed inside. ഒരു വിദ്യാർത്ഥിയെ പോലും അകത്ത് പ്രവേശിപ്പിച്ചില്ല. So when I went in to sign in the attendance register, അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടുവാൻ വേണ്ടി ഞാൻ അകത്ത് ചെന്നപ്പോൾ one senior professor who did not know me came and took me by the collar. Who asked you to come in? ഒരു മുതിർന്ന പ്രൊഫസർ, എന്നെ അറിയില്ലായിരുന്നു തനിക്ക്, താൻ വന്നിട്ട് എന്റെ കോളർ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, അകത്ത് വരാൻ ആരാണ് നിന്നോട് പറഞ്ഞത്? Then somebody else said, sir, staff sir. അപ്പൊ മറ്റാരോ പറഞ്ഞു, സാറേ അദ്ദേഹവും സ്റ്റാഫാണ് ഇവിടുത്തെ. Oh, സോറി എന്ന് പറഞ്ഞു. Just like that, we are holding the collar of the wrong enemy, ones who are not our enemies, and fighting our battles. ഇതുപോലെ തന്നെ നാം തെറ്റായ ശത്രുവിന്റെ കോളറിനാണ് പിടിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അവർ നമ്മുടെ ശത്രുക്കളെ അല്ല, പക്ഷെ നാം എന്നിട്ട് യുദ്ധം ചെയ്യുകയാണ്. So wisdom in war, when we ask the question who is our enemy, we need to find who is our enemy and fight against that enemy. യുദ്ധത്തിലെ ജ്ഞാനമെന്ന് പറയുമ്പോൾ നമ്മുടെ യുദ്ധത്തിലെ ശത്രു ആരാണ് എന്ന ചോദ്യം നാം ചോദിച്ചിട്ട് ആ ശത്രുവിനെ കണ്ടുപിടിച്ച് നാം യുദ്ധം ചെയ്യണം. So my first enemy is me. എന്റെ ഒന്നാമത്തെ ശത്രു ഞാൻ തന്നെയാണ്. I must learn to hate myself in the healthy way and learn to fight against myself in the right way. ആരോഗ്യകരമായ വിധത്തിൽ ഞാൻ എന്നെ തന്നെ പകയ്ക്കുവാൻ പഠിച്ചിട്ട് എനിക്കെതിരെ ശരിയായ വിധത്തിൽ യുദ്ധം ചെയ്യുവാൻ ഞാൻ പഠിക്കണം. From me emerges so many wrong things. എന്നിൽ നിന്ന് പല തെറ്റായ കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. I have vengeance. എനിക്ക് പ്രതികാരമുണ്ട്. I have lusts. എനിക്ക് മോഹമുണ്ട്. I have self love. എനിക്ക് സ്വയസ്നേഹമുണ്ട്. I have worldly ambitions. എനിക്ക് ലോകപരമായ ആഗ്രഹങ്ങളുണ്ട്. I have mundane dreams, earthly dreams. എനിക്ക് ഭൗമികമായ സ്വപ്നങ്ങളുണ്ട്. I have sinful desires. എനിക്ക് പാപകരമായ ഇഷ്ടങ്ങളുണ്ട്. All these things come out of the flesh. ഇവയെല്ലാം ജഡത്തിൽ നിന്നാണ് പുറത്തു വരുന്നത്. So wisdom in war means when God permits certain situations in my life, I must see and discern that my first enemy is me. In that battle I must fight against myself. യുദ്ധത്തിലെ ജ്ഞാനമെന്ന് പറയുമ്പോൾ ദൈവം ചില ബുദ്ധിമുട്ടേറിയ സന്ദർഭങ്ങളിൽ എന്നെ ആക്കുമ്പോൾ അവിടെ ആ ശത്രു ഞാനാണ് എന്നുള്ളത് ഞാൻ വിവേചിച്ചറിഞ്ഞ് ഞാൻ എനിക്കെതിരെ യുദ്ധം ചെയ്യണം. This flesh, when the trial comes, now we are all sitting and listening to the sermon, but when the trial comes, this flesh won't allow to remember any of these things. It will go and first catch the collar of the wrong person. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഇരുന്ന് ശ്രദ്ധാപൂർവം ഈ പ്രസംഗം കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പരീക്ഷ വരുമ്പോൾ ഈ ജഡമെന്നുള്ളതോ ഇതൊന്നും ഓർക്കുവാൻ നിങ്ങളെ അനുവദിക്കുകയില്ല. നിങ്ങൾ നേരെ ചെന്ന് തെറ്റായ വ്യക്തിയുടെ കഴുത്തിന് പിടിക്കും. Therefore, don't go and catch other people's collars. First catch your own collar is wisdom in war. ഈ യുദ്ധത്തിലെ ജ്ഞാനമെന്ന് പറയുന്നത് പോയി മറ്റൊരു വ്യക്തിയുടെ കഴുത്തിന് പിടിക്കുന്നതല്ല, നിങ്ങളുടെ തന്നെ കോളറിന് പിടിക്കുന്നതാണ്. In Romans chapter 8, റോമാലേഖനം 8-ാം അധ്യായം and verse 7, 7-ാം വാക്യം, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. Because the carnal mind is enmity against God, for it is not subject to the law of God, neither indeed can be. So this verse is saying that your flesh can invade your mind and rule you against God. So I need to catch my collar first. ഈ വചനം പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ജഡം നിങ്ങളുടെ മനസ്സിനെ കീഴടക്കിയിട്ട് നിങ്ങളുടെ ദൈവത്തിന് വിരോധമായി ശത്രുവായിട്ട് വളർത്തിയെടുത്തേക്കാം. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ തന്നെ കഴുത്തിന് പിടിക്കണം. So because I am my own enemy, I must learn to kill myself. ഞാൻ തന്നെ എന്റെ ശത്രു ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ എന്നെ തന്നെ കൊല്ലുവാൻ പഠിക്കണം. Not by committing suicide, ആത്മഹത്യ ചെയ്തുകൊണ്ടല്ല, but there is a death that the Bible provides, a healthy way of killing myself. വേദപുസ്തകം മുമ്പോട്ട് വെക്കുന്നതായ ഒരു മരണമുണ്ട്, ആരോഗ്യകരമായ വിധത്തിൽ ഉള്ള എന്നെ കൊല്ലുവാനുള്ള ഒരു മാർഗം. And that's the truth of baptism. അതാണ് ജലസ്നാന സത്യം. When I take baptism, I am allowing God to lead me to my own death. That means to my own personality. ജലസ്നാനം എടുക്കുമ്പോൾ ഞാൻ ദൈവത്തെ എന്റെ മരണത്തിലേക്ക് നടത്തുവാൻ, അതായത് എന്റെ വ്യക്തിത്വത്തിന്റെ അവസാനത്തിലേക്ക് നടത്തുവാൻ ദൈവത്തെ അനുവദിക്കുകയാണ്. There are some factories in this world. ഈ ലോകത്തിൽ ചില ഫാക്ടറികളുണ്ട്. The things that they manufacture results in the emergence of poisonous
smoke, gas, and even some radioactive radiation. അവരുണ്ടാക്കുന്നതായ അവിടുത്തെ ആ വസ്തുക്കൾ അത് ചില വിഷമയമായ പുകയോ മറ്റോ ഉണ്ടാക്കി, ചിലത് അണുവികിരണങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയാകുന്നു. So because of that, the employees there will have a reduced lifespan. അതുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്നവരുടെ ആയുർദൈർഘ്യം കുറവായിരിക്കും. Therefore, they are highly paid. അതുകൊണ്ട് അവർക്ക് വളരെയധികം ശമ്പളം കൊടുക്കുന്നു. In the same way, അതുപോലെ the death of Jesus, being identified with the death of Jesus, kills the old man in us, that old personality. യേശുവിന്റെ മരണത്തോട് ഏകീഭവിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ പഴയ മനുഷ്യന്റെ പഴയ വ്യക്തിത്വത്തിന്റെ മരണത്തെ സാധ്യമാക്കി തീർക്കുന്നു. The crucified Jesus is like a factory. ക്രൂശിക്കപ്പെട്ട യേശു ഒരു ഫാക്ടറി പോലെയാണ്. From his crucifixion emerges certain rays that can kill the old man in us. തന്റെ ആ ക്രൂശീകരണത്തിൽ നിന്നും ചില തരംഗങ്ങൾ പുറത്തു വരികയാണ്. അത് എന്നിലുള്ള പഴയ മനുഷ്യനെ കൊല്ലുവാൻ പര്യാപ്തമാണ്. And the same cross nurtures a new personality in us called the new man. അതേ ക്രൂശ് തന്നെ എന്റെ ഉള്ളിൽ പുതിയ മനുഷ്യൻ എന്ന പേരുള്ള ഒരു പുതിയ വ്യക്തിത്വത്തെ പാലൂട്ടി വളർത്തുന്നു. We all know this familiar verse in Galatians chapter 2 and verse 20. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നമുക്കെല്ലാം വളരെ പരിചിതമാണ്. Read that please. ദയവായി വായിക്കാം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. I am crucified with Christ. Nevertheless I live, yet not I, but Christ liveth in me, and the life which I now live in flesh I live by the faith of the Son of God, who loved me and gave himself for me. Rephrasing this verse in our context. നമ്മുടെ ഈ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി ഈ വചനത്തിന്റെ വാക്കുകളൊന്ന് മാറ്റി നോക്കിയാൽ, I am crucified with Christ means I am entering into that factory called Christ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ആ ഫാക്ടറിയിലേക്ക് പ്രവേശിക്കുന്നു. Nevertheless I live, yet not I, but Christ liveth in me. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. That means the rays that emerge from the crucified Christ are killing the old man and causing the new man to flourish. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ വികിരണങ്ങൾ എന്നിലുള്ള ആ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ മരിപ്പിച്ചിട്ട് പുതിയ മനുഷ്യനെ എന്നിൽ വളർത്തുന്നു. So when we take water baptism, we are living what is called a crucified life that ultimately leads to the death of our own personality. നാം ജലസ്നാനം സ്വീകരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു ക്രൂശീകരിക്കപ്പെട്ട ജീവിതത്തെ നാം സ്വീകരിക്കുകയാണ്. Please remember this in our trials and let's learn to hate ourselves the healthy way. നമ്മുടെ പരീക്ഷകളിൽ ദയവായി ഇത് നിങ്ങൾ ഓർക്കണമേ, ആരോഗ്യകരമായ ഒരു വിധത്തിൽ നമ്മെ തന്നെ പകയ്ക്കുവാൻ നമുക്ക് അഭ്യസിക്കാം. I want to tell you as a testimony, I am not just preaching this as philosophy. Although I am not fully fulfilling these words, when I face a problem, in some small childish way, I don't totally ignore these things. I bring these into mind and I try to set my life right. I understand I have to hate myself. ഞാൻ ഒരു സാക്ഷ്യം എന്നതുപോലെ പറയട്ടെ, ഇതൊരു വെറുതെ തത്വജ്ഞാനം പോലെ നിങ്ങൾ എടുക്കരുത്. ഞാനിത് ഈ വാക്കുകൾ പ്രസംഗിക്കുമ്പോൾ ഇത് 100% എനിക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നില്ല എങ്കിലും ഒരു ശിശുവിനെ എന്നതുപോലെ എന്റെ ജീവിതത്തിലും ഇതിൽ എന്നാലാവുന്നിടത്തോളം ഞാൻ എന്റെ ജീവിതത്തിലും ഇത് സ്വായത്തമാക്കുവാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. The words of St. Paul, "O wretched man that I am," should resound in all of our hearts all through our life. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ, ഞാൻ എത്ര അരിഷ്ട മനുഷ്യൻ എന്നുള്ളതായ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതാന്ത്യം വരെയും മുഴങ്ങിക്കൊണ്ടിരിക്കണം. So we must learn correctly who is our enemy. അതുകൊണ്ട് നമ്മുടെ ശത്രു ആരാണ് എന്നുള്ളത് നാം കൃത്യമായി മനസ്സിലാക്കണം. Our first enemy is ourselves. Our second enemy is the devil. നമ്മുടെ ഒന്നാമത്തെ ശത്രു നാം തന്നെയാണ്. നമ്മുടെ രണ്ടാമത്തെ ശത്രു പിശാചാണ്. Now we are going to see the second question, the fourth question, namely where. നാലാമത്തെ ചോദ്യം എവിടെ എന്നുള്ളതാണ്. When I face a battle, ഞാനൊരു യുദ്ധം നേരിടുമ്പോൾ,
Where is my attention focused? എന്റെ ശ്രദ്ധ എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? When I face a situation, ഒരു സാഹചര്യം ഞാൻ നേരിടുമ്പോൾ there are people involved. അതിൽ മനുഷ്യർ ഉൾപ്പെടുന്നു, I am involved. ഞാൻ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. Certain situations and things and materials are involved. ചില സാഹചര്യങ്ങളും വസ്തുക്കളും സാധനങ്ങളും അതിൽ ഉൾപ്പെടുന്നു. But what am I focusing on? Where are my eyes fixed? എന്നാൽ ഞാൻ എന്തിനാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് ദൃഷ്ടി വെച്ചിരിക്കുന്നത്? Very sadly, many of us during our wars, we are self-centered. We are looking only at ourselves. വളരെ ദുഃഖകരമായ കാര്യമെന്നുള്ളത്, നമ്മിൽ അനേകരും നമ്മുടെ യുദ്ധങ്ങളിൽ നാം സ്വയകേന്ദ്രീകൃതമായിരിക്കുന്നു, അല്ലെങ്കിൽ നാം നമ്മെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. So we sink in self-pity. We say, who is there for us? Everyone's turned against us and so on. That's not the way to fight. അതുകൊണ്ട് നാം ആ സ്വയ സഹതാപത്തിൽ മുങ്ങിത്താഴുകയാണ്. ആരും എനിക്കില്ലല്ലോ, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന വിധത്തിൽ പറഞ്ഞുകൊണ്ട് നാം അതിൽ സ്വയ സഹതാപത്തിൽ മുങ്ങിത്താഴുന്നു. As we saw, every trial is only for our betterment, to make us better people. നാം കണ്ടതുപോലെ ഓരോ പരീക്ഷകളും നമ്മുടെ പുരോഗതിക്ക് വേണ്ടി, നമ്മെ കുറച്ചുകൂടെ നല്ല മനുഷ്യരാക്കി മാറ്റുവാൻ വേണ്ടിയുള്ളതാണ്. God is omniscient. He knows everything that's going on in the universe. ദൈവം സർവജ്ഞാനിയാണ്. അവന് ഈ ലോകത്തിൽ സംഭവിക്കുന്നതെല്ലാം അറിയാം. He knows what's running in your thoughts. നിങ്ങളുടെ ചിന്തയിൽ എന്താണ് ഓടുന്നത് എന്ന് അവനറിയാം. He knows the problem you are facing. നിങ്ങൾ നേരിടുന്ന പ്രശ്നവും അവനറിയാം. And he has permitted it with a noble reason. അവനത് ഒരു നല്ല ശ്രേഷ്ഠമായ ഉദ്ദേശത്തോടു കൂടിയാണ് അത് അനുവദിച്ചിരിക്കുന്നത്. So we should look to him for our reactions and responses and decisions. നമ്മുടെ പ്രതികരണങ്ങൾക്കും നമ്മുടെ തീരുമാനങ്ങൾക്കും വേണ്ടി നാം അവനെയാണ് നോക്കേണ്ടത്. That is what Psalm 121 and the first two verses say. 121. 121 സങ്കീർത്തനത്തിന്റെ ആദ്യ 2 വാക്യങ്ങൾ അതാണ് പറയുന്നത്. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. I will lift up mine eyes unto the hills, from whence cometh my help. My help cometh from the Lord, which made heaven and earth. So this is wisdom in war. ഇതാണ് യുദ്ധത്തിലെ ജ്ഞാനം. When you face a situation, the first person you should look to is God. നിങ്ങളൊരു സാഹചര്യം നേരിടുമ്പോൾ നിങ്ങൾ നോക്കേണ്ടുന്ന ഒന്നാമത്തെ വ്യക്തി ദൈവമാണ്. Every trial is meant to draw us closer to him. ഓരോ പരീക്ഷയും നമ്മെ അവനോട് കൂടുതൽ അടുപ്പിക്കുവാൻ ഉദ്ദേശിച്ചുള്ളതാണ്. My life and your life is a journey towards the person of God. എന്റെയും നിങ്ങളുടെയും ജീവിതം എന്നുള്ളത് ദൈവം എന്ന വ്യക്തിയുടെ അടുക്കിലേക്കുള്ള ഒരു യാത്രയാണ്. But unfortunately we are born crooked. We are born inclined towards sin. We are born as fallen beings. Our mind is perverse and is looking in the wrong direction by birth itself. എന്നാൽ ദുഃഖകരമായ സത്യം, നാം ഒക്കെ വക്രതയുള്ളവരാണ്. നാം പാപത്തിന് നേരെ ചായ്വുള്ളവരാണ്. നമ്മുടെ ജനനത്തിൽ തന്നെ വക്രതയുള്ളവരായി പാപത്തിലേക്ക് ദൃഷ്ടി വെക്കുന്നവർ അല്ലെങ്കിൽ ചായുന്നവരായിട്ടാണ് നാം ജനിച്ചിരിക്കുന്നത്. So in some kind of therapeutic treatment, step by step, God is shifting our minds towards himself through every trial. ചില തെറാപ്പികൾ ഉൾപ്പെടുന്ന ചികിത്സാ സമ്പ്രദായങ്ങൾ പോലെ ദൈവം പല സന്ദർഭങ്ങൾ കൂടെ നമ്മുടെ മനസ്സിനെ അല്പാൽപമായി ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. The word repentance means to change your way of thinking. മാനസാന്തരം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിക്കുന്ന വിധത്തിലുള്ള മാറ്റമെന്നാണ്. So God leads us through certain paths, certain difficulties, certain sorrows and pains and losses, so that we might change our way of thinking. ദൈവം നമ്മെ ചില പാതകളിൽ കൂടെ, ചില ബുദ്ധിമുട്ടുകളിൽ കൂടെ, ചില സങ്കടങ്ങളിൽ കൂടെ, നഷ്ടങ്ങളിൽ കൂടെ, വേദനകളിൽ കൂടെ നടത്തുന്നത് നമ്മൾ ചിന്തിക്കുന്ന വിധത്തിന് ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടാണ്. The psalmist says in Psalm 20 verses 6 to 8, 20 സങ്കീർത്തനത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, he says, some trust in horses and chariots when they get into trouble. ചിലർ പ്രശ്നങ്ങൾ അകപ്പെടുമ്പോൾ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. But I remember the name of the Lord my God. എന്നാൽ ഞാനോ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. So when you face a problem, നിങ്ങൾ ഒരു പ്രശ്നം നേരിടുമ്പോൾ some people look towards money. ചിലർ പണത്തിന് നേരെ നോക്കുന്നു. Some people rely on their own wisdom. ചിലർ അവരുടെ തന്നെ ജ്ഞാനത്തിൽ ആശ്രയിക്കുന്നു. Some people look for other people of influence for their solution. മറ്റു ചിലർ അവരുടെ പ്രശ്ന പരിഹാരത്തിന് സ്വാധീനമുള്ള മറ്റ് മനുഷ്യരിലേക്ക് നോക്കുന്നു. Some people look for people of positions, for lawyers, for judges,
for their counsels and their solutions. ചിലര് പരിഹാരത്തിനും ആലോചനയ്ക്കുമായി സ്ഥാനമാനങ്ങളിലിരിക്കുന്ന മനുഷ്യർ, അതായത് വക്കീലന്മാരോ ന്യായാധിപന്മാരോ മുതലായ അങ്ങനെയുള്ളവരിലേക്ക് നോക്കുന്നു. Some people look immediately to people who have helped them previously in similar problems. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് നേരിട്ടപ്പോൾ അവരെ സഹായിച്ചവരിലേക്ക് ചിലർ പെട്ടെന്ന് നോക്കുന്നു. Some people look to Google for their solution. ചിലര് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഗൂഗിൾ ചെയ്യുന്നു. When I get a stomach pain, immediately type and ask Prophet Google, what will I do? ഒരു വയറുവേദന ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ ടൈപ്പ് ചെയ്ത് ഗൂഗിൾ പ്രവാചകനോട് ചോദിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്. This is how the trend is. We are not wise in our war. We are not going to Christ for a help. We look everywhere sideways for solutions. നാം ഇന്നത്തെ അകാലഗതിയുടെ പോക്ക് ഇങ്ങനെയാണ്. നാം ക്രിസ്തുവിലേക്ക് നോക്കുന്നില്ല. നാം പരിഹാരങ്ങൾക്കായി പാർശ്വവഴികളിലേക്ക് നോക്കുകയാണ്. When you use your own wisdom, നിങ്ങളുടെ സ്വന്തം ജ്ഞാനം ഉപയോഗിക്കുമ്പോൾ, when you look to Google and money and other people for your solution, നിങ്ങൾ ഗൂഗിളിലേക്കും പണത്തിലേക്കും മറ്റു മനുഷ്യരിലേക്കും പരിഹാരത്തിന് വേണ്ടി നോക്കുമ്പോൾ, your problem may be solved. You can even come on a Sunday morning and testify that your problem is solved, but you won't get the throne. നിങ്ങളുടെ പ്രശ്നം ഒരുപക്ഷെ പരിഹരിച്ചേക്കാം. നിങ്ങൾക്ക് ഞായറാഴ്ച വന്ന് പ്രശ്നം പരിഹരിച്ചെന്ന് സാക്ഷി പറഞ്ഞേക്കാം. പക്ഷെ നിങ്ങൾ വളരുകയില്ല. So don't focus in the wrong place. Remember, you have to be an overcomer if you want to marry Jesus. നിങ്ങൾ തെറ്റായ സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. നിങ്ങൾ യേശുവിനെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ശരിയായ വിധത്തിൽ ഒരു ജയാളിയായി മാറണം. Just like every exam promotes a student to the next class, every trial that you face is meant and designed to promote you in your spiritual life. ഓരോ പരീക്ഷയും ഒരു വിദ്യാർത്ഥിക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഒരു ഉയർച്ച കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന ഓരോ പരീക്ഷയും യുദ്ധവും നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ഒരു പുരോഗതിയും ഉയർച്ചയും നൽകുവാൻ വേണ്ടി പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്നതാണ്. So don't just look for solutions, look for growth. അതുകൊണ്ട് പരിഹാരങ്ങൾക്ക് വേണ്ടിയല്ല നോക്കേണ്ടത്, വളർച്ചയ്ക്കായി നോക്കണം. Many times in our testimonies, not many times, most of the time, പലപ്പോഴും എന്നല്ല മിക്കവാറും എല്ലാ പ്രാവശ്യവും നമ്മുടെ സാക്ഷികളിൽ we say, praise the Lord, I was sick for 1 month, but God healed me. സ്തോത്രം, ഞാൻ ഒരു മാസം രോഗിയായിരുന്നു, ദൈവം എന്നെ സൗഖ്യമാക്കി. I had this problem in my workplace, but God delivered me. എന്റെ ജോലി സ്ഥലത്ത് ഈ ഒരു പ്രശ്നം എനിക്ക് നേരിട്ടു, പക്ഷെ ദൈവം എന്നെ വിടുവിച്ചു. But better than that would be to find out why that problem came and where I looked to when that problem came and what God spoke to me, what lessons I learnt. If that could be shared, that is noble, that is divine. God is delighted. എന്നാൽ അതിനേക്കാൾ നല്ലതോ, എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു, ഈ പ്രശ്നം വന്നപ്പോൾ ഞാൻ എന്താണ് നോക്കിയത്, ഈ പ്രശ്നം വന്നപ്പോൾ ദൈവം എന്താണ് സംസാരിച്ചത്, ഞാൻ എന്താണ് ഇതിൽ നിന്ന് പഠിച്ചത് എന്ന് പറയുന്നതല്ലയോ കുറച്ചുകൂടെ ശ്രേഷ്ഠമായതും നല്ലതും ദൈവികമായതും? അതിനായിരിക്കും ദൈവം അധികം പ്രസാദിക്കുന്നത്. If I just say I was sick and I was healed, I had this problem in office, God delivered me, it means I was looking for solutions and I got my solution. That's not wisdom in war. I'm not growing. ഞാൻ രോഗിയായിരുന്നു, ദൈവം എന്നെ സൗഖ്യമാക്കി, എനിക്ക് പ്രശ്നം നേരിട്ടു, ദൈവം എന്നെ വിടുവിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അതിന്റെ അർത്ഥം നാം വളരുന്നില്ല എന്നുള്ളതാണ്. Such solutions will not promote us to the throne. അങ്ങനെയുള്ള പരിഹാരങ്ങൾ നമ്മെ സിംഹാസനത്തിലേക്ക് ഉയർത്തുകയില്ല. So we must use our problems to go towards the throne, to progress. അതുകൊണ്ട് നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ നാം സിംഹാസനത്തിലേക്കുള്ള യാത്രയിൽ പുരോഗതി പ്രാപിക്കേണ്ടതിനായിട്ട് നാം ഉപയോഗിക്കണം. When you there is a story in a war in the Old Testament. പഴയ നിയമത്തിൽ ഒരു യുദ്ധമുണ്ട്. There was a king called King Asa. ആസ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. Israel was divided into 2 parts. ഇസ്രായേൽ രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ടു. And there was the northern kingdom and the southern kingdom. വടക്കേ രാജ്യവും തെക്കേ രാജ്യവും. The king of the north, he built a wall. He started building a wall in the junction, the boundary between the southern and the northern kingdoms. വടക്കേ രാജാവ് വടക്കും തെക്കും തമ്മിലുള്ള രാജ്യത്തിന്റെ അതിർത്തിയിൽ ഒരു മതിൽ, ഒരു കോട്ട പണിയുവാൻ തുടങ്ങി. Because he didn't want his people to go to the south because the temple was there. കാരണം തന്റെ കീഴിലുള്ള ജനം തെക്കോട്ട് പോകുവാൻ താൻ ആഗ്രഹിച്ചില്ല, കാരണം ആലയം തെക്കായിരുന്നു. So what did Asa do, the king of the south? What did he do? അതുകൊണ്ട് തെക്കേ രാജാവ് എന്ത് ചെയ്തു?
he went to the king of Syria for help. താന് അരാം രാജാവിന്റെ അടുക്കൽ സഹായത്തിനായിട്ട് പോയി. Read 2 Chronicles chapter 16 and verse 5. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 5-ാം വാക്യം. ബയീശ അത് കേട്ടപ്പോൾ രാമയെ പണിയുന്ന തന്റെ പ്രവൃത്തി നിർത്തിവെച്ചു. അപ്പോൾ ആസ രാജാവ് യഹൂദരെ ഒക്കെയും കൂട്ടി ബയീശ പണിത രാമയുടെ കല്ലും മരവും എടുത്തുകൊണ്ടുപോയി അവൻ അവ കൊണ്ട് ഗേബയും മിസ്പയും പണിതുറപ്പിച്ചു. And it came to pass when Baasha heard it, that he left off building of Ramah and left his work ceased. So when King Asa took the help of the king of Syria, he won the battle. That means Baasha, the king of the northern kingdom, he stopped building those walls and withdrew. ആസാ രാജാവ് അരാം രാജാവിന്റെ സഹായം തേടിയപ്പോൾ തനിക്ക് ജയം ലഭിച്ചു. ബയസ രാജാവ് താൻ പണിയുന്ന ആ പ്രവൃത്തി താൻ നിർത്തിവെച്ചു. So it was operation success. അത് വിജയകരമായ ഒരു ഓപ്പറേഷനായി. But God didn't like it. പക്ഷെ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. God reprimanded, scolded Asa for what he did. ഈ ആസ ചെയ്തതിന് ആസായെ ദൈവം ശാസിക്കുകയാണ്. What happened to you? നിനക്ക് എന്താണ് സംഭവിച്ചത്? In the previous battles that you fought, you looked to me. നിനക്ക് നേരിട്ട മുൻപുള്ള യുദ്ധങ്ങളിൽ നീ എന്റെ നേരെ അല്ലയോ നോക്കിയത്? You were upright in your early days. നിന്റെ ആദ്യ നാളുകൾ നീ പരമാർത്ഥിയായിരുന്നു. Now you've gone to the heathen for help. ഇപ്പോൾ നീ സഹായത്തിനായിട്ട് പുറജാതികളുടെ അടുത്ത് പോയിരിക്കുന്നു. And therefore God says, you may have succeeded in this situation, but you're going to get other troubles. അതുകൊണ്ട് ദൈവം പറയാണ്, ഈ ഒരു സാഹചര്യത്തിൽ നീ ജയം നേടിയിരിക്കാം, പക്ഷെ നിനക്ക് ഇനി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകും. That's what verse 9 says. അതാണ് 9-ാം വാക്യം പറയുന്നത്. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. For the eyes of the Lord run to and fro throughout the whole earth to show himself strong in the behalf of them whose heart is perfect toward him. That's all? Herein thou hast done foolishly, therefore from henceforth thou shalt have wars. From henceforth thou shalt have wars. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു, ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. He thought he had solved a big war. He thought he had won a big war. താൻ ചിന്തിക്കുകയാണ് താൻ ഒരു വലിയ യുദ്ധം ജയിച്ചു. God says, yes, you won it, but not according to my will. You are going to have other problems. ദൈവം പറയാണ്, നീ അത് ജയിച്ചു, ശരി തന്നെ, പക്ഷെ എന്റെ ഹിതപ്രകാരമല്ല, നിനക്ക് മറ്റു പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകും. Listen carefully, Christian soldier. ക്രൈസ്തവ പടയാളിയെ ശ്രദ്ധാപൂർവം ശ്രവിക്കണമേ. There are victories and successes outside God's will. ദൈവത്തിന്റെ ഹിതത്തിന് പുറത്തുള്ളതായ ജയവും വിജയങ്ങളുമുണ്ട്. So don't be happy about solving your problem in some old way. ഏതെങ്കിലും ഒരു വിധത്തിൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതിൽ നിങ്ങൾ സന്തോഷിതരാകേണ്ട. If you are just looking for relief and solutions, you are not a soldier. ആശ്വാസത്തിനും പരിഹാരത്തിനും വേണ്ടി മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഭടനല്ല. You can be happy, but you will not grow. നിങ്ങൾക്ക് ഒരുപക്ഷെ സന്തോഷം ലഭിച്ചേക്കാം, പക്ഷെ നിങ്ങൾ വളരുകയില്ല. So in case you are going through a path and you have not fought lawfully, നിങ്ങളൊരു പാതയിൽ കൂടെ കടന്നു പോവുകയും നിങ്ങൾ നിയമപരമായിട്ട് യുദ്ധം ചെയ്യാതെയുമാണ് ഇരിക്കുന്നതെങ്കിൽ, read 2 Timothy chapter 2 and verse 5. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. This is God's advice to you, O Christian soldier. ക്രൈസ്തവ പടയാളിയെ, ഇത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന ആലോചനയാണ്. ഒരുത്തൻ മല്ലു കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുകയില്ല. And if a man also strive for masteries, yet is he not crowned, expect to strive lawfully. In a wrestling match or in any sports and games, there are rules. ഗുസ്തിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കളികളിലോ സ്പോർട്സിലോ ആയിക്കൊള്ളട്ടെ, അതിന് നിയമങ്ങളുണ്ട്. If you flout those rules, you might score a goal, you might take a wicket, you might overturn your opponent wrestler, but you will not win. ആ നിയമത്തെ ലംഘിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ഗോളടിക്കാം, അല്ലെങ്കിൽ ഒരു വിക്കറ്റ് എടുക്കാം, നിങ്ങളുടെ ശത്രുവിനെ മലർത്തി അടിക്കാം, പക്ഷെ നിങ്ങൾ ജയിക്കുകയില്ല. If you come back to 2 Chronicles chapter 16 and read verse 12. 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരാം. It's written about Asa. You lost your uprightness.
when you looked to other people for your help and not to me. അവിടെ ആസാ രാജാവിനോട് പറയുകയാണ്, നീ എന്നെ നോക്കാതെ മറ്റു മനുഷ്യരെ നിന്റെ പ്രശ്നപരിഹാരത്തിനായി നോക്കിയപ്പോൾ നിന്റെ പരമാർത്ഥത നിനക്ക് നഷ്ടമായിരിക്കുന്നു. So if you want to be an overcomer, if you want to go to the throne, നിങ്ങൾ ജയാളിയായി തീർന്ന് സിംഹാസനത്തിൽ എത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, just like some students, they might fail in a subject, but they will be promoted to the next class, but in the next semester they have to clear the arrears. ചില വിദ്യാർത്ഥികൾക്ക് അവർ പഠിക്കുമ്പോൾ അവരൊരു പക്ഷേ ഏതെങ്കിലും ഒന്ന് രണ്ട് പേപ്പർ അവർ തോറ്റുപോയാലും അവർ അടുത്ത ആ സെമസ്റ്റർ, അടുത്ത ക്ലാസ്സിലേക്ക്, അടുത്ത സെമസ്റ്ററിലേക്ക് അവർക്ക് പ്രൊമോഷൻ ലഭിക്കും. പക്ഷേ അത് തീരുന്നതിന് മുമ്പ് അവർ വീണ്ടും ഈ തോറ്റ പരീക്ഷ എഴുതിയെടുക്കണം. So set your life right, set your faith right, and pass that exam again on the next exam that God allows in your life. Pass it the right way. നിങ്ങളുടെ ജീവിതം ശരിയായി ക്രമീകരിക്കുക, നിങ്ങളുടെ വിശ്വാസം ശരിയായി ക്രമീകരിക്കുക. അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് അടുത്തതായി അനുവദിക്കുന്ന ആ പ്രശ്നത്തിൽ നിങ്ങൾ ആ പരീക്ഷയെ ശരിയായ വിധത്തിൽ ജയിക്കുക. Today we are going to answer another question. ഇന്ന് നാം മറ്റൊരു ചോദ്യത്തിന് കൂടെ ഉത്തരം പറയുവാൻ പോകുന്നു. The question is how. ചോദ്യം എങ്ങനെ എന്നുള്ളതാണ്. How do I face my battles? എങ്ങനെയാണ് ഞാൻ എന്റെ യുദ്ധങ്ങൾ നേരിടുന്നത്? Now when you come back to the key verse that we read, നാം വായിച്ച കുറിവാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ it says, with wise counsel you should fight your battle. ഭരണ സാമർഥ്യത്തോടെ അല്ലെ നല്ല ആലോചനയോടെ നീ യുദ്ധം ചെയ്യുക. In the multitude of counselors there is safety. മന്ത്രിമാരുടെ ബഹുത്വത്തിൽ അല്ലെങ്കിൽ ആലോചനക്കാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട്. So when you ask this question, how, when you are facing a difficult situation in your life, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തെ നേരിടുമ്പോൾ നിങ്ങൾ എങ്ങനെ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ, this verse says, don't be a dictator in trying to tackle your problems alone. ഈ വാക്യം പറയുന്നത് നിങ്ങളുടെ പ്രശ്നത്തെ തനിയെ നേരിടുവാൻ ശ്രമിക്കുന്ന ഒരു ഏകാധിപതിയായി കാണപ്പെടരുത്. In every battle, in every country, ഓരോ രാജ്യത്തുമുള്ള ഓരോ യുദ്ധങ്ങളിലും it's not one single person that comes to a decision. ഒരു വ്യക്തിയല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. Only dictatorship does that. In some countries it's a one man rule, and he speaks the rules. അത് ഏകാധിപത്യമുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ചില രാജ്യങ്ങൾ ഒരേ വ്യക്തി അല്ലെങ്കിൽ ഒരേ ഒരു ഏകാധിപതിയാണുള്ളത്, താനാണ് തീരുമാനമെടുക്കുന്നത്, താനാണ് ഭരിക്കുന്നത്. In today's battles, whether it's Israel or Iran or Ukraine or Russia, ഇന്നത്തെ യുദ്ധങ്ങളിൽ ഇസ്രായേലും ഇറാനും റഷ്യയും ഉക്രൈൻ തമ്മിലുള്ളതും ഏതുമായിക്കൊള്ളട്ടെ, they set up a council where they sit and discuss. അവരൊരു ആലോചന സഭയെ ഉണ്ടാക്കി അവരിരുന്ന് അത് സംസാരിക്കുന്നു. That is why this verse is saying, when you go through some difficult situation in your life, don't use your own brains to try to solve your problems. You're a dictator, you will fail. അതുകൊണ്ടാണ് ഈ വാക്യം പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ നേരിടേണ്ടതിന് നിങ്ങളുടെ സ്വന്തം ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഏകാധിപതിയെ പോലെ നിങ്ങൾ പെരുമാറരുത്, നിങ്ങൾ പരാജയപ്പെടും. When you face a problem, നിങ്ങളൊരു പ്രശ്നം നേരിടുമ്പോൾ set up a counseling table. ഒരു ആലോചന സഭയെ ഉണ്ടാക്കുക. And you sit there. Obviously you have to sit at the table in your problem. അത് നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങളും അവിടെ ഇരിക്കേണ്ടി വരും. Then bring God and make him sit in that table. അതിനുശേഷം ദൈവത്തെ കൊണ്ടുവന്ന് നിങ്ങളോടുകൂടെ ആ കസേരയിൽ അല്ലെങ്കിൽ മേശയ്ക്ക് കൂടെ നിങ്ങളോടുകൂടി ഇരുത്തുക. If you come back to that Old Testament battle of Ai, ഹായുടെ പഴയ നിയമ യുദ്ധത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ, when the Israelites lost the battle in their first attempt, ഇസ്രായേൽ ജനത്തിന് അവരുടെ ആദ്യത്തെ പരിശ്രമത്തിൽ യുദ്ധത്തിൽ പരാജയം നേരിട്ടപ്പോൾ, Joshua fell at his feet and fell prostrate and asked God for pardon and asked God, why did this happen? യോശുവ ദൈവത്തിന്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീണ് ദൈവത്തോട് ക്ഷമ ചോദിക്കുകയാണ്, കർത്താവേ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? God told him the reason. ദൈവം അവരോട് കാരണം പറഞ്ഞു. A sanctification took place in Israel. ഇസ്രായേലിന്റെ ഇടയിൽ ഒരു വിശുദ്ധീകരണം നടന്നു. And God proposed a strategy to win the second time. രണ്ടാമത്തെ പ്രാവശ്യം ആ യുദ്ധം ജയിക്കേണ്ടതിന് ദൈവം അവർക്കൊരു തന്ത്രം പറഞ്ഞു കൊടുത്തു. What has to be noticed is, in the second time when the strategy was used, it was God who designed the strategy. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, രണ്ടാമത്തെ പ്രാവശ്യം ആ തന്ത്രം ഉപയോഗിച്ചപ്പോൾ ദൈവമാണ് ആ തന്ത്രം കണ്ടുപിടിച്ചത്. And God told Joshua, ദൈവം യോശുവയോട് പറഞ്ഞു, you stand far away.
You stand far നീ away. ദൂരത്ത് നിന്നാൽ മതി. And the ambush that is behind the city of Ai, that's hiding there, ഹായി പട്ടണത്തിന് പുറകിലുള്ള ആ പതിയിരിപ്പ്, they'll be watching you. അവർ നിന്നെ നോക്കിക്കൊണ്ടിരിക്കും. At a certain point of time, when you lift up the spear, they will rise up and enter into the city. ഒരു പ്രത്യേക സന്ദർഭത്തിൽ നീ കയ്യിലുള്ള കുന്തം ഉയർത്തിയാൽ മതി, അവർ പെട്ടെന്ന് പട്ടണത്തിലേക്ക് പാഞ്ഞു കയറും. Who told Joshua when to lift up the spear? ഈ കുന്തം എപ്പോഴാണ് ഉയർത്തേണ്ടത് എന്ന് ആരാണ് യോശുവയ്ക്ക് പറഞ്ഞു കൊടുത്തത്? God was watching the whole show from above. He was the one who told Joshua, now lift up your spear. മുകളിലിരുന്ന് ഈ കളി മുഴുവനും കണ്ടുകൊണ്ടിരുന്ന ദൈവമാണ് യോശുവയോട് പറയുന്നത്, ഇപ്പോൾ യോശുവ കുന്തം കരമുയർത്തുക. You read that in Joshua 8:18. യോശുവ 8:18 നാം അത് വായിക്കുന്നു. അപ്പോൾ യഹോവ യോശുവയോട്, നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്കു നേരെ ഏന്തുക, ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് അരുളി ചെയ്തു. And the Lord said unto Joshua, stretch out the spear that is in thy hand toward Ai, for I will give it in thy hand. So here we see God is directing the battle. ഇവിടെ നമുക്ക് കാണാം, ദൈവമാണ് യുദ്ധത്തെ നിയന്ത്രിക്കുന്നത്. Dear child of God, പ്രിയ ദൈവ പൈതലേ, just like in the Old Testament battles, God was involved in the battles. പഴയ നിയമ യുദ്ധത്തിലെ ദൈവം ആ യുദ്ധത്തിൽ ഉൾപ്പെട്ടിരുന്നത് പോലെ God wants to be involved in your battle also. നിങ്ങളുടെ യുദ്ധങ്ങളിലും ദൈവം പങ്കാളിയായി തീരുവാൻ ആഗ്രഹിക്കുന്നു. So bring him into your counseling table, make him sit there, consult him. അതുകൊണ്ട് അവനെ നിങ്ങളുടെ ആലോചന സഭയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളോടുകൂടെ അവിടെ ഇരുത്തുക, അവനോട് ആലോചന ചോദിക്കുക. If you are not able to get the right communication from God, bring some saints there. ദൈവത്തിൽ നിന്ന് ശരിയായ ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ദൈവവുമായിട്ട് ശരിയായ വിധത്തിൽ നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ കഴിയുന്നില്ല, അങ്ങനെ ചില മാറ്റങ്ങൾ അവിടെ വരുത്തുക. God may have given you mentors or role models or saints who have given responsibility over you. Consult them. ദൈവം നിങ്ങൾക്ക് ചില മാർഗദർശികളെയോ അല്ലെങ്കിൽ മാതൃകാ പുരുഷന്മാരെയോ തന്നിട്ടുണ്ട്. നിങ്ങളുടെ മുകളിൽ ചില നടത്തിപ്പുകാരെ, വിശുദ്ധന്മാരെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. അവരോട് നിങ്ങൾ മാർഗനിർദ്ദേശം ചോദിക്കുക. God has given you a Bible to consult also. നിങ്ങൾക്ക് ആലോചന ചോദിക്കുവാൻ വേദപുസ്തകം ദൈവം നൽകിയിട്ടുണ്ട്. So in your spiritual battle, set up a council, bring God into the picture and the servants of God and the Bible, and you also sit there and you will get the right solution. നിങ്ങളുടെ യുദ്ധത്തിൽ നിങ്ങൾ ഒരു ആലോചന സഭയുണ്ടാക്കി ദൈവത്തെ അവിടേക്ക് കൊണ്ടുവന്ന കർത്തൃശുശ്രൂഷകരെയും ബൈബിളിനെ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളും അവിടെ ഇരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് യുദ്ധം ജയിക്കാം. In Luke 14 and verse 31, ലൂക്കോസ് 14:31 we read that a man goes to fight a war. ഒരു മനുഷ്യൻ ഒരു യുദ്ധത്തിന് എഴുന്നേൽക്കുകയാണ്. A king goes to war. What does he do? ഒരു രാജാവ് യുദ്ധത്തിന് പോകുകയാണ്. താൻ എന്താണ് ചെയ്യുന്നത്? അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? What king going to make war against another king sitteth not down with first and consulteth whether he be able to with 10,000 to meet him that cometh against him with 20,000. So here we see a war, a king going to war, but before he goes to war, he sits and consults. ഇവിടെ ഒരു യുദ്ധം നമുക്ക് കാണാം. ഒരു രാജാവ് യുദ്ധത്തിന് പോകുകയാണ്. എന്നാൽ ആ രാജാവ് യുദ്ധത്തിന് പോകും മുമ്പ് താൻ ഇരുന്ന് ആലോചിക്കുകയാണ്. So the first answer to the question how is set up a council and don't fight your battle single-handed. Take this counsel from different sources. Bring God into the picture. Then you will get a counsel from God, and through that fight. എങ്ങനെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം, ഒരു ആലോചന സഭയെ ഉണ്ടാക്കുക. നിങ്ങളുടെ യുദ്ധം നിങ്ങൾ തനിയെ ചെയ്യാതെ ആ ആലോചന സഭയിലേക്ക് ദൈവത്തെ കൊണ്ടുവരിക. ഒരു ആലോചന നിങ്ങൾ നേടുക, എന്നിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അപ്പോൾ ജയം ലഭിക്കും. The second answer to the question how, എങ്ങനെ എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഉത്തരം, you have to know how to fight. എങ്ങനെ യുദ്ധം ചെയ്യണം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. When you speak a language, നിങ്ങളൊരു ഭാഷ സംസാരിക്കുമ്പോൾ it's not enough for you to learn words. വാക്കുകൾ നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ. You must know how to apply the word in a sentence. ഒരു വാചകത്തിൽ ആ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. When you study
martial arts, നിങ്ങൾ ഒരു ആയോധന കല പഠിക്കുമ്പോൾ there are so many aspects in the art that you have to learn. ആ കലയിൽ നിങ്ങൾ പഠിക്കേണ്ടുന്ന അനേക കാര്യങ്ങളുണ്ട്. You have to have physical strength. നിങ്ങൾക്ക് ശാരീരികമായ ആരോഗ്യം വേണം. You have to have stamina or energy. നിങ്ങൾക്ക് ഊർജം അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഊർജം ആവശ്യമാണ്. You must learn speed. നിങ്ങൾ വേഗത പഠിക്കണം. You must learn precision or accuracy. നിങ്ങൾ കൃത്യതയുള്ളവരായി അത് പഠിക്കണം. You must learn tactics. That means tricks that you use when you fight. നിങ്ങൾ തന്ത്രങ്ങൾ പഠിക്കണം. അതായത് നിങ്ങൾ പോരാടുമ്പോൾ ഉപയോഗിക്കേണ്ടുന്ന തന്ത്രങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. You must learn strokes and you must learn defenses. നിങ്ങൾ ആക്രമിക്കുവാനും പ്രതിരോധിക്കുവാനും പഠിക്കണം. You must learn how to use weapons correctly. ആയുധങ്ങൾ കൃത്യമായി ഉപയോഗിക്കുവാൻ പഠിക്കണം. Now it's not enough to know all these things. You should know at what juncture, at what split second you should apply these things in your battle. ഇത് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, ഇത് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കേണ്ടതും ഏത് നിമിഷാർത്ഥത്തിലാണ് ഈ ആയുധങ്ങൾ പ്രയോഗിക്കേണ്ടത് എന്നുള്ളതും നിങ്ങൾ പഠിച്ചിരിക്കണം. So this is the truth, the fact about literal fighting. ഇത് അക്ഷരീക യുദ്ധത്തെ അല്ലെങ്കിൽ പോരാട്ടത്തെ സംബന്ധിച്ചുള്ള ഒരു സത്യമാണ്. When we face spiritual battles in our life, നമ്മുടെ ജീവിതത്തിൽ ആത്മീക യുദ്ധങ്ങൾ നാം നേരിടുമ്പോൾ there are thoughts, ചിന്തകളുണ്ട്, there are attitudes, മനോഭാവങ്ങളുണ്ട്, there are emotions, വികാരങ്ങളുണ്ട്, there are words, വാക്കുകളുണ്ട്, there are decisions, തീരുമാനങ്ങളുണ്ട്, there are confessions, ഏറ്റുപറച്ചിലുകളുണ്ട്, there are promises, വാഗ്ദത്തങ്ങളുണ്ട്, there are weapons, ആയുധങ്ങളുണ്ട്. our character is involved, നമ്മുടെ സ്വഭാവം അതിൽ ഉൾപ്പെടുന്നു, our faith is involved, നമ്മുടെ വിശ്വാസം ഉൾപ്പെടുന്നു, our perseverance is involved. നമ്മുടെ സഹിക്കുവാനുള്ള കഴിവ് അത് ഉൾപ്പെടുന്നു. All these things come into the picture when you fight. It's not enough to have these things. You must know how and when to apply these things in your battle. ഒരു യുദ്ധത്തിൽ ഇതെല്ലാം ചിത്രത്തിലേക്ക് വരികയാണ്. ഇതെല്ലാം നമുക്ക് ഉണ്ടായാൽ മാത്രം പോലെ ഇത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്, ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് നാം പഠിച്ചിരിക്കണം. So you must know how to humble yourself. നിങ്ങളെ എങ്ങനെ താഴ്ത്തുവാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. You must know what to confess, how to confess. എന്ത് ഏറ്റുപറയണമെന്നും എങ്ങനെ ഏറ്റുപറയണമെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. You must know how to reconcile with others. മറ്റുള്ളവരുടെ എങ്ങനെ നിരപ്പ് പ്രാപിക്കണം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. You must know how to exercise your faith. നിങ്ങളുടെ വിശ്വാസം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. You must know how to claim the promises. വാഗ്ദത്തങ്ങൾ എങ്ങനെ അവകാശപ്പെടണം എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. You must use the right words when you talk to human beings. മനുഷ്യരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശരിയായ വാക്കുകൾ ഉപയോഗിക്കണം. So all these, the anointing in you will teach you how to use these in your battle. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ ആയിരിക്കുന്ന അഭിഷേകം ഒരു യുദ്ധത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിങ്ങളെ പഠിപ്പിക്കും. One day I was facing a battle in my life. ഒരിക്കൽ എന്റെ ജീവിതത്തിൽ എനിക്കൊരു യുദ്ധം നേരിട്ടു. It caused fear in me. അതിനിൽ ഭയമുളവാക്കി. So I started doing something. ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. I started praising God hundreds of times, thousands of times every day. ഞാൻ ഓരോ ദിവസവും നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. In between I would mention the promises that God gave me. ഇടയിൽ ദൈവം എനിക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. And while I mentioned those promises, it was like firewood for the anointing. I would get filled in the spirit. ഞാൻ പറഞ്ഞതിന്റെ ആ വാഗ്ദത്തങ്ങൾ പറഞ്ഞതിനുള്ള കാരണം എന്നുള്ളത് അത് അഭിഷേകത്തിന് വിറക് വെക്കുന്നത് പോലെയാണ്. അപ്പോൾ ഞാൻ ആത്മാവിൽ നിറയും. And coincidentally, one pastor calls me up and says, you know, when you face a battle, there are three things you must do. You must go on praising God, you must mention promises, and then get filled in the Spirit. And I said, hey, I was doing the right thing without knowing all this. അതേസമയം തന്നെ യാദൃച്ഛിക ഒരു പാസ്റ്ററിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും അറിയാതെ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോരാട്ടം നേരിടുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കണം, നല്ല ഒരു അഭിഷേകത്തിൽ നിറയണം. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാനും ഇതാണല്ലോ അറിയാതെ ചെയ്തുകൊണ്ടിരുന്നത്. So like that, the how of a battle is very important. അതുപോലെ നമ്മുടെ ആ യുദ്ധത്തിന്റെ മണിക്കൂർ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. Coming back to 2 Timothy chapter 2 and verse 5. 2 തിമോഥെയോസ് 2-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് തിരികെ വരുമ്പോൾ it's written that you can fight unlawfully also. നിങ്ങൾക്ക് നിയമവിരുദ്ധമായും യുദ്ധം ചെയ്യാമെന്നാണ് എഴുതിയിരിക്കുന്നത്. So when you face a problem, നിങ്ങളൊരു പ്രശ്നം നേരിടുമ്പോൾ shutting other people's mouths, മറ്റുള്ളവരുടെ വായ അടപ്പിക്കുക, winning an argument, വാദിച്ച് ജയിക്കുക, settling a problem by paying bribes,
കൈക്കൂലി കൊടുത്തൊരു പ്രശ്നം അവസാനിപ്പിക്കുക. Borrowing money from other people when God says don't do that. ദൈവം ചെയ്യാതിരിക്കുമ്പോൾ അത് നടക്കേണ്ടതിനായിട്ട് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുക. These are all failures in God's sight. These are all ways of fighting unlawfully. ഇതെല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പരാജയങ്ങളാണ്, നിയമവിരുദ്ധമായി യുദ്ധം ചെയ്യുന്ന വഴികളാണ്. Like I told you a little while ago, there are successes outside God's will. Don't resort to those methods. അല്പസമയം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ഹിതത്തിന് പുറത്തുള്ള വിജയങ്ങളുണ്ട്, നാം അതിലേക്ക് പോകരുത്. There are some battles where we must humble ourselves. That's the solution. ചില യുദ്ധങ്ങളുണ്ട്, അവിടെ നാം നമ്മെ താഴ്ത്തിയാൽ മതി, അതാണ് പരിഹാരം. Instead of humbling ourselves, if you go rebuke the devil, that's not fighting lawfully. You've got the how wrong. നാം നമ്മെ തന്നെ താഴ്ത്തുന്നതിന് പകരം പിശാചിനെ ഭർസിച്ചാൽ ആ യുദ്ധം തീരുകയില്ല. അത് എങ്ങനെയെന്നുള്ളത് അതിന് തെറ്റായ വിധത്തിൽ ഉപയോഗിക്കുന്നതാണ്. Then when you are supposed to confess your sins, instead of confessing your sins, you cover your sins and act spiritual. That's not the way to fight. You are doing the how wrong. ചില സമയങ്ങളിൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയേണ്ടതായിട്ടുണ്ട്. പാപം ഏറ്റുപറയുന്നതിന് പകരം അവ മറച്ചു വെച്ചുകൊണ്ട് ഒരു ആത്മീയനെ പോലെ നടിക്കുന്നുവെങ്കിൽ അതല്ല യുദ്ധം ചെയ്യേണ്ടുന്ന വിധം. അത് എങ്ങനെ എന്നുള്ളതിനെ അത് തെറ്റായ വിധത്തിൽ ചെയ്യുന്നതാണ്. People might to say you're good and people might say you won, but that's not the problem. What is God saying about you? മനുഷ്യർ ഒരുപക്ഷെ പറഞ്ഞേക്കാം നിങ്ങൾ ജയിച്ചുവെന്നും നിങ്ങൾ നല്ലവരാണെന്നും, പക്ഷെ അതല്ല പ്രശ്നം. എന്താണ് ദൈവം പറയുന്നത് നിങ്ങളെക്കുറിച്ച്? Just a little while ago we said, Bible says don't fight with human beings. Your warfare is not with human beings but with spirits. അല്പം മുമ്പ് നാം വേദപുസ്തകത്തിൽ വായിച്ചതാണ്, മനുഷ്യരോട് യുദ്ധം ചെയ്ത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പക്ഷെ ദുരാത്മാക്കളോടാണ് എന്ന്. So if you fight with human beings, you've got your war, the how, wrong. മനുഷ്യരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നതെങ്കിൽ എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് തെറ്റായ ഉത്തരമാണിത് നൽകുന്നത്. When you're fighting your war the wrong way, you are not a soldier, you're a babe. The Bible calls you a babe. നിങ്ങൾ ഒരു യുദ്ധം തെറ്റായ വിധത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു പടയാളിയല്ല, നിങ്ങളൊരു ശിശുവാണ്. ബൈബിൾ നിങ്ങളെ ശിശു എന്ന് വിളിക്കുന്നു. In 1 Corinthians chapter 3, St. Paul says, you fight with one another, with human beings, with fellow believers, with servants of God. You're carnal, you're a baby. You don't know what wisdom and war is. അവിടെ വിശുദ്ധ പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ മനുഷ്യരോടും ശുശ്രൂഷകരോടുമൊക്കെ നിങ്ങൾ പോരാടുന്നു, ശണ്ട കൂടുന്നുവല്ലോ, നിങ്ങൾ ശിശുക്കളാണ്, നിങ്ങൾ ജഡീകരാണ് എന്ന് പറയുകയാണ്. I thought I was not short-tempered, I was not angry. I thought I'm a person who doesn't get angry. I thought I'm a person who doesn't get angry. ഞാൻ ചിന്തിച്ചിരുന്നത് ഞാൻ കോപത്തെ ജയിച്ച കോപമില്ലാത്തൊരു മനുഷ്യനെന്നാണ്. But one day in my first year when I was washing my clothes, എന്റെ ആദ്യ വർഷത്തിൽ ഞാൻ എന്റെ തുണി അലക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം I had kept some starch to add to my clothes. എന്റെ തുണി മുക്കുവാനായിട്ട് കുറച്ച് കഞ്ഞിപ്പശ ഞാൻ വെച്ചിരുന്നു. And while I was washing, ഞാൻ തുണി അലക്കിക്കൊണ്ടിരുന്നപ്പോൾ the brother was next to me. എന്റെ അടുത്ത് നിന്നിരുന്ന ബ്രദർ, he showed me the mug toppled with starch spilled out. He said, see, your starch is spilled out. താൻ എന്റെ കഞ്ഞിപ്പശ വെച്ചിരുന്ന കപ്പ് മറിഞ്ഞു കിടക്കുന്നത് കാണിച്ചിട്ട് പറയണം, നോക്ക് നിന്റെ പശ മറിഞ്ഞുപോയി. I said, hey, who did that? ഞാൻ ചോദിച്ചു, ആരാ അത് ചെയ്തേ? And then he looked at me and then he said, see, your mug is still there. That's another mug, same color, starch there, but your mug is still there. അപ്പോൾ ആ വ്യക്തി എന്നെ നോക്കിയിട്ട് പറയുകയാണ്, നോക്ക് നിന്റെ കപ്പ ഇവിടെ ഇരിപ്പുണ്ട്, അതേ അതിൽ പശയുമുണ്ട്, മറിഞ്ഞത് മറ്റൊരു കപ്പാണ്. And then he said, you got angry, isn't it? എന്നിട്ട് താൻ ചോദിക്കണം, നിനക്ക് ദേഷ്യം വന്നല്ലേ? I said, no, I didn't get angry. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ദേഷ്യമൊന്നും വന്നില്ല. Then another brother who's sitting there like witness, he said, no, you got angry. ഇതിനെല്ലാം സാക്ഷിയായി അവിടെ ഒരു മറ്റൊരു സഹോദരൻ ഉണ്ടായിരുന്നു. താൻ പറയാണ്, ഇല്ലില്ല, നിനക്ക് കോപം വന്നു. Then I got angry. അപ്പോൾ എനിക്ക് കോപം വന്നു. So somehow God tested me and says, you have anger inside you. എങ്ങനെ ദൈവം പരീക്ഷിച്ച് എനിക്ക് കോപമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തന്നു. So in some way God brings out these bad character traits in our life, exposes them to us and see what you are. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൂടെ ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മുടെ ഉള്ളിലുള്ള തെറ്റായ ചില സ്വഭാവ സവിശേഷതകൾ ദൈവം പുറത്തു കൊണ്ടുവന്നിട്ട് പറയാണ്, നോക്കുക നിനക്ക് സ്വഭാവമുണ്ട്.
At least now, do you hate yourself? ഇപ്പോഴെങ്കിലും നീ നിന്നെ തന്നെ ഒന്ന് പകയ്ക്കുമോ? At least now, will you listen to me? ഇപ്പോഴെങ്കിലും നീ എന്റെ വാക്കൊന്ന് കേൾക്കുമോ? So this is how God exposes our bad character traits and wants to culture us and change us into as people of His image. ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള തെറ്റായ സ്വഭാവങ്ങൾ ദൈവം പുറത്തു കൊണ്ടുവരുന്നതും നമ്മെ ആ ദൈവിക സ്വഭാവമുള്ളവരായി നമ്മെ വളർത്തി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നതും. Many years ago, അനേക വർഷങ്ങൾക്ക് മുമ്പ്, I think I was in my second year in my ministry. എന്റെ ശുശ്രൂഷയിലെ 2ാം വർഷമാണെന്ന് ഞാൻ കരുതുന്നു. I went to conduct my first meeting in life. എന്റെ ജീവിതത്തിൽ ആദ്യത്തെ യോഗം നടത്തുവാനായിട്ട് ഞാൻ പോയി. It was a tiring meeting. അതൊരു കാത്തിരിപ്പ് കൂട്ടമായിരുന്നു. And it was fiery. അത് വളരെ അഗ്നി അഭിഷേകമായിരുന്നു. And people were all rolling about here and there. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് അവിടെ ഇവിടെ എല്ലാം ഉരുണ്ട് മറിഞ്ഞു. So I enjoyed that. ഞാനും അതിൽ വളരെ സന്തോഷിച്ചു. And after the meeting was over, I wanted feedback. ആ യോഗം കഴിഞ്ഞതിന് ശേഷം അവരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിച്ചു. So I didn't think that all this was pride, looking for feedback. How was the meeting? Was it great? I didn't. My immature mind wanted feedback. ഇതൊക്കെ നിഗളമാണ്. ഞാൻ നടത്തിയ യോഗത്തിന്റെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളത് അറിയുന്നത് നിഗളമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ ആ വളർച്ചയില്ലാത്ത പക്വതയില്ലാത്ത മനസ്സ് അതിന്റെ പ്രതികരണം ആഗ്രഹിച്ചു. So I called one young boy. One young boy, when he came to me, ഒരു യൗവനക്കാരൻ എന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ, and I used this as a chance to get the feedback. അതിന്റെ പ്രതികരണം അറിയുവാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ അതിനെ ഉപയോഗിച്ചു. But I was cunning or wise in the wrong way. എന്നാൽ ഞാൻ ഉപായിയായിരുന്നു, പക്ഷെ അതൊരു തെറ്റായ വിധത്തിലാണ്. If I ask him directly, how was the meeting? It's like being proud. എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ് എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ നിഗളമായി തോന്നിയേക്കാം. So I asked it in a subtle way. ഞാൻ വളരെ ഉപായത്തോടെ ചോദിച്ചു. Like I said, this is the first meeting that I conducted. That's why it was like that. As though it was not good. I presented it in such a way. So when he says, it was very good, and I will say secretly, that's the answer I wanted. ഞാൻ തന്റെ അടുത്ത് ഇപ്രകാരമാണ് അവതരിപ്പിച്ചത്. ഇത് ഞാൻ ആദ്യമായിട്ട് യോഗം നടത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ, അതായത് ഞാൻ പറഞ്ഞു വരുവാൻ ഉദ്ദേശിച്ചതാണ്, ഞാൻ ആദ്യം യോഗം നടത്തുന്നത് കൊണ്ട് ഇത് അത്ര നന്നായില്ല എന്നുള്ള വിധത്തിൽ അതിന്റെ അടുക്കൽ അവതരിപ്പിക്കും. അപ്പോൾ ആ വ്യക്തി എന്നോട് പറയും, ഇല്ലില്ല നല്ലതായിരുന്നു എന്ന് താൻ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. So I asked him. അതുകൊണ്ട് ഞാൻ തന്നോട് ചോദിച്ചു, first meeting, that's why. ഇതെന്റെ ആദ്യത്തെ യോഗമാണ്, അതുകൊണ്ടാണ്. You know what he answered? താൻ എന്താണ് ഉത്തരം പറഞ്ഞതെന്ന് അറിയുമോ? He said in Tamil, "Paravailla, not bad." താൻ മറുപടി പറയണം, കുഴപ്പമില്ലായിരുന്നു. I got such a nose cut. I never asked that question anywhere after that. എന്റെ മൂക്ക് മുറിച്ചതുപോലെ തോന്നി. ഞാൻ പിന്നീട് ഒരിക്കലും ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടില്ല. So this is how God breaks us and cuts us and teaches us. Thank God I learned it the small way, not the hard way. ഇങ്ങനെയാണ് ദൈവം നമ്മെ തകർക്കുന്നതും പഠിപ്പിക്കുന്നതും രൂപാന്തരപ്പെടുത്തുന്നതും. ഒരു ചെറിയ വിധത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ചതുകൊണ്ട് നന്ദി. ഒരു കഠിനമായ വിധത്തിലേക്ക് പോകുവാൻ ഇടയായില്ലല്ലോ. So thank God we have a God who's involved in our battles, who teaches us every moment, do this, don't do this. He teaches us the how of our battles. നമ്മുടെ യുദ്ധങ്ങളിൽ നമ്മളോട് കൂടെ ഇരുന്ന് കൊണ്ട് ഓരോ നിമിഷവും എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് നമുക്ക് പറഞ്ഞു തന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ എങ്ങനെ എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. So the lesson that I learned in that small trial was never ask that question again. ഞാൻ ആ പരീക്ഷയിൽ ഞാൻ പഠിച്ച ആ ഉത്തരം എന്നുള്ളത് ഒരിക്കലും ആ ചോദ്യം, അങ്ങനെ ഒരു ചോദ്യം വീണ്ടും ചോദിക്കരുത് എന്നുള്ളതാണ്. Now let's come back to the question how and answer it another way. എങ്ങനെ എന്നുള്ള ചോദ്യത്തിലേക്ക് വീണ്ടും മടങ്ങി വന്ന് മറ്റൊരു വിധത്തിൽ നമുക്ക് അതിന് ഉത്തരം കാണാൻ ശ്രമിക്കാം. In every battle, faith is an essential ingredient. ഓരോ യുദ്ധത്തിലും വിശ്വാസം ഒരു അവിഭാജ്യ ഘടകമാണ്. So when answering how should I fight my battle, you must use faith to fight your battle. എങ്ങനെ ഞാൻ യുദ്ധം ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യുവാൻ വിശ്വാസം ഉപയോഗിക്കണം. See, there are two levels on which you can fight your battles. നിങ്ങൾക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയുന്ന രണ്ട് അവസ്ഥകളുണ്ട്. One is called ground level, the other is called the high level. ഒന്നാമത്തേത് തറ നിലവാരമാണ്, മറ്റൊന്ന് ഉന്നത നിലവാരമാണ്. Or it's the lower ground and the higher ground. അല്ലെങ്കിൽ താഴ്ന്ന നിലവാരം, ഉയർന്ന നിലവാരം. When you fight your battles on the lower ground, നിങ്ങൾ ആ താഴ്ന്ന നിലവാരത്തിൽ അല്ലെങ്കിൽ തറയിൽ നിങ്ങളുടെ യുദ്ധം ചെയ്യുമ്പോൾ the laws of nature operate.
പ്രകൃതിയുടെ നിയമങ്ങളാണ് അവിടെ ബാധകമായിരിക്കുന്നത്. When you fight on higher ground, ഒരു ഉന്നത നിലവാരത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ the law of faith operates. വിശ്വാസത്തിന്റെ നിയമങ്ങൾ അവിടെ പ്രവർത്തിക്കും. For example, ഉദാഹരണമായി when you read Romans chapter 8 and verse 2, റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. For the law of the Spirit of life in Christ Jesus hath made me free from the law of sin and death. Here there are two kinds of laws mentioned. ഇവിടെ രണ്ട് വിധത്തിലുള്ള പ്രമാണങ്ങൾ പറഞ്ഞിരിക്കുന്നു. One is the law of sin and death that operates at the ground level. ഒന്ന് ആ താഴ്ന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണമാണ്. When you look at this world around us, it is full of sin and death. നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ അത് മുഴുവനും പാപവും മരണവും നിറഞ്ഞതാണ്. Sin is increasing every day. അനുദിനം പാപം വർദ്ധിക്കുന്നു. Sickness is increasing every day. രോഗം അനുദിനം വർദ്ധിക്കുന്നു. Hospitals are not healing sicknesses. ആശുപത്രികൾക്ക് രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയുന്നില്ല. So much of research is being put into developing new medicines and making new machines and operations. AI has come into the picture, but healing has not come as yet. മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിനും പുതിയ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനുമെല്ലാം വളരെയധികം ഗവേഷണങ്ങൾ നടന്ന് നിർമ്മിത ബുദ്ധി പോലും ഇത് മനുഷ്യന്റെ ചികിത്സാ രംഗത്തേക്ക് കടന്നു വരുന്നു. പക്ഷെ ഇതിനൊന്നും രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയുന്നില്ല. Reformatories and courts and prisons and the police and counselors have been set up to make society better, but it's getting worse and worse. സമൂഹത്തെ നന്നാക്കേണ്ടതിനായിട്ട് ദുർഗുണ പരിഹാര പാഠശാലകളും പോലീസും കോടതിയും ജയിലും എല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും നന്നാകാതെ വീണ്ടും അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. But when you face a problem, എന്നാൽ നിങ്ങളൊരു പ്രശ്നം നേരിടുമ്പോൾ there is a secret higher ground on which you have to climb to face that problem. ആ പ്രശ്നത്തെ നിങ്ങൾ നേരിടേണ്ടതിനായിട്ട് നിങ്ങൾ പ്രവേശിക്കേണ്ട രഹസ്യമായ ഒരു ഉന്നത നിലവാരമുണ്ട്. For that God says in Psalm 18, അതിനായി 80-ാം സങ്കീർത്തനത്തിൽ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. verse 33, 33-ാം വാക്യം. the psalmist says, He maketh my feet like hinds feet and sets me on high places. 18-ാം സങ്കീർത്തനത്തിലാണ് അവൻ എന്റെ കാലുകൾ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി ഉന്നതഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. So that higher ground is mentioned there. അവിടെ ആ ഉന്നതഗിരി എന്നുള്ളത് അവിടെ നിർവചിച്ചിരിക്കുന്നു. So to climb that higher ground you need hinds feet. ആ ഉന്നതഗിരികളിൽ കയറി ചെല്ലേണ്ടതിന് മാൻപേട കാല് ആവശ്യമാണ്. Those hinds feet represent love and faith. മാൻപേട കാല് എന്നുള്ളത് അത് വിശ്വാസത്തെയും സ്നേഹത്തെയും കാണിക്കുന്നു. When you climb up that mountain and reach that higher ground, നിങ്ങൾ ആ ഗിരിയിൽ കയറി ആ ഉന്നത നിലവാരത്തിൽ നിൽക്കുമ്പോൾ your perspective, the way you look at things change. നിങ്ങളുടെ വീക്ഷണകോൺ മാറുന്നു. Your attitude towards life changes. ജീവിതത്തിലുള്ള മനോഭാവം മാറുന്നു. Your attitude towards problems will change. പ്രശ്നങ്ങളോടുള്ള നിങ്ങളുടെ മനോഭാവം മാറുന്നു. You will get a positive attitude to face problems. പ്രശ്നങ്ങളെ നേരിടുവാൻ നിങ്ങൾക്കൊരു പോസിറ്റീവ് വിധത്തിലുള്ള മനോഭാവം ലഭിക്കുന്നു. One day I met two servants of God. I saw two servants of God. ഒരു ദിവസം ഞാൻ രണ്ട് ശുശ്രൂഷകരെ കണ്ടുമുട്ടി. One servant of God calls up the other servant of God about a certain problem. ഒരു ശുശ്രൂഷകൻ മറ്റൊരു ശുശ്രൂഷകനെ വിളിച്ച് ചില പ്രശ്നങ്ങൾ പറയുകയാണ്. And he said, the servant of God A called up servant of God B and said, I can't face this problem. Please do something. ഒന്നാമത്തെ ശുശ്രൂഷകൻ രണ്ടാമത്തെ വ്യക്തിയെ വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് ഈ പ്രശ്നം നേരിടാൻ കഴിയില്ല, ദയവായി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. Servant of God B said, give it to me. ബി അല്ലെങ്കിൽ രണ്ടാമത്തെ ശുശ്രൂഷകൻ പറയണം, അതെനിക്ക് തന്നേരെ. And then I was standing next to servant of God B. ഞാൻ ആ രണ്ടാമത്തെ ശുശ്രൂഷകന്റെ അടുക്കൽ നിൽക്കുകയായിരുന്നു. And he said, I like this, താൻ പറയണം, എനിക്കിത് ഇഷ്ടമാണ്. So servant of God A was afraid, servant of B was excited about the same problem. ഒന്നാമത്തെ ശുശ്രൂഷകൻ എ എന്നുള്ള ശുശ്രൂഷകൻ ഭയപ്പെടുന്നു. പക്ഷേ രണ്ടാമത്തെ വ്യക്തി താൻ ആശ്ചര്യം കൂറുകയാണ് അല്ലെങ്കിൽ അതിശയിക്കുകയാണ് ഒരേ പ്രശ്നം നിമിത്തം. What was the difference? എന്താണ് വ്യത്യാസം? Servant of God A
faced the problem from the ground, servant of God B faced it from higher ground. ഒന്നാമത്തെ ശുശ്രൂഷകൻ അത് താഴ്ന്ന നിലവാരത്തിൽ നിന്ന് ആ പ്രശ്നത്തെ നേരിട്ടു. രണ്ടാമത്തെ ശുശ്രൂഷകൻ ഉയർന്ന നിലയിൽ നിന്ന് ആ പ്രശ്നത്തെ നേരിട്ടു. When you face the problem from the ground, the law of sin and death will act on you. നിങ്ങൾ ആ പ്രശ്നത്തെ തറയിൽ നിന്ന് നേരിടുമ്പോൾ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം ഉള്ളിൽ പ്രവേശിക്കുന്നു. The law of sin, what are the ingredients of the law of sin? പാപത്തിന്റെ പ്രമാണത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? Addiction to sin, പാപത്തിന്റെ അടിമത്തം, rebellion, മത്സരം, lawlessness, നിയമരാഹിത്യം, self-justification, സ്വയനീതീകരണം, guilt, കുറ്റബോധം. all these are the laws of sin, instigation to sin. All these things are what the laws of sin. പാപത്തിനുള്ള പ്രചോദനം, ഇതെല്ലാമാണ് പാപത്തിന്റെ പ്രമാണം. The law of death, മരണത്തിന്റെ പ്രമാണമോ? when you face a problem, നിങ്ങളൊരു പ്രശ്നം നേരിടുമ്പോൾ fear, ഭയം, depression, വിഷാദം, sorrow, ദുഃഖം, worries, സങ്കടം, sickness, രോഗം, suicidal feelings, ആത്മഹത്യാ പ്രവണത, all these are the ingredients of the law of death. ഇവയൊക്കെയാണ് മരണത്തിന്റെ പ്രമാണത്തിന്റെ ഘടകങ്ങൾ. So when you face a problem from the ground, you will face all these things. You will get the wrong kind of instigation, wrong anger will come, lust will come, fear will come, guilt will come, death will come. നിങ്ങൾ ചെറയിൽ നിന്ന് ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നേരിടുന്ന പാപത്തിനായുള്ള പ്രചോദനം നിങ്ങൾക്ക് ലഭിക്കുന്നു. ആത്മഹത്യാ പ്രവണതയും തെറ്റായ കാര്യങ്ങൾ, തെറ്റായ പല ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുകയാണ്. But when I go to the higher ground, എന്നാൽ ആ ഉയർന്ന നിലവാരത്തിലേക്ക് ഞാൻ പോകുമ്പോൾ I see the promises of God. ഞാൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ കാണുന്നു. I see the finished work of Calvary. കാൽവരിയിലെ പൂർത്തീകരിച്ച പ്രവൃത്തി ഞാൻ കാണുന്നു. All his promises are yea and amen. അവന്റെ എല്ലാ വാഗ്ദത്തങ്ങളും ഉവ്വ് എന്നും ആമേൻ എന്നുമാണ്. The way of seeing changes there. വീക്ഷിക്കുന്ന ആ വിധം മാറുന്നു. So my fear is gone. It doesn't. Faith is operating. No more fear. എന്റെ ഭയം പോയി. ഇപ്പോൾ വിശ്വാസമാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഭയമേ ഇല്ല. So I'm not afraid of sickness. ഞാൻ രോഗത്തെക്കുറിച്ച് ഭയപ്പെടുന്നില്ല. I can do all things through Christ which strengtheneth me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. By his stripes I am healed. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. So it is a different dimension. It's a different world on top there. അത് മറ്റൊരു മാനമാണ്. ഉയരത്തിൽ അതൊരു മറ്റൊരു ലോകമാണ്. I can see the death of Christ not as a Bible story but as an experience I cherish very close to me. യേശുവിന്റെ മരണം എന്നുള്ളത് വേദപുസ്തകത്തിലെ ഒരു കഥയായിട്ടല്ല, എന്നെ പ്രചോദിപ്പിക്കുന്ന, എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു അനുഭവമായിട്ട് എനിക്കത് സ്വായത്തമാക്കുവാൻ കഴിയും. When I see death, I see death is dead on the cross. മരണത്തെ നോക്കുമ്പോൾ ക്രൂശിൽ മരണത്തെ ക്രൂശിച്ചിരിക്കുന്നു, മരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. When I see the cross, I see sin paralyzed on the cross. ഞാൻ ക്രൂശിനെ കാണുമ്പോൾ അവിടെ പാപം തളർന്നു കിടക്കുന്നത് എനിക്ക് കാണാം. When you look at when you're on the ground, നിങ്ങൾ താഴ്ന്ന നിലവാരത്തിലായിരിക്കുമ്പോൾ the law of nature is the law of gravity that pulls every human being. പ്രകൃതി നിയമം എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലമാണ്. എല്ലാറ്റിനെയും അത് താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കും. That's why you are sitting now on the ground. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ താഴെ ഇരിക്കുന്നത്. You jump, you will come back. നിങ്ങൾ ചാടിയാലും താഴെ തന്നെ വരും. You throw a stone upwards, it will come back. ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാലും അത് താഴെ വീഴും. Even if a plane flies, at some point it has to land. ഒരു വിമാനം പറന്നാലും ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ അത് താഴെ ഇറങ്ങിയേ തീരൂ. But you look at a rocket. എന്നാൽ റോക്കറ്റിനെ നോക്കിയാൽ It has a power called jet propulsion. അതിന്റെ ശക്തി എന്ന് പറയുന്നത് ജെറ്റ് പ്രൊപ്പൽഷൻ എന്നാണ് പറയുന്നത്. It can escape the gravitational field of this earth. ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ മണ്ഡലത്തെ അതിന് മറികടക്കുവാൻ കഴിയും. Gravity is laughing at you and me and saying, you do all you like, you have to come back here. ഗുരുത്വാകർഷണം എന്നെ നിങ്ങളെ നോക്കി പരിഹസിച്ച് ചിരിച്ചിട്ട് പറയുകയാണ്, ജീവിതകാലം മുഴുവനും നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ താഴെ തന്നെ വരണം. But jet propulsion laughs at gravity. എന്നാൽ ആ ജെറ്റ് പ്രൊപ്പൽഷൻ എന്നുള്ളത് ഗുരുത്വാകർഷണ ബലത്തെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നു. When you are on the ground, നിങ്ങൾ തറയിലായിരിക്കുമ്പോൾ sin will laugh at you. പാപം നിങ്ങളെ നോക്കി ചിരിക്കും. Fear will laugh at you. ഭയം നിങ്ങളെ നോക്കി ചിരിക്കും. Sickness will laugh at you. രോഗം നിങ്ങളെ നോക്കി ചിരിക്കും. Death will laugh at you. മരണം നിങ്ങളെ നോക്കി ചിരിക്കും. It will challenge you and say, do what you like.
you have to be under us. അത് നിങ്ങളെ വെല്ലുവിളിച്ചിട്ട് പറയും, നീ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് കീഴടങ്ങിയേ തീരൂ. But when you climb higher ground, എന്നാൽ നിങ്ങൾ ഉയർന്ന ആ നിലവാരത്തിലേക്ക് and കയറുമ്പോൾ, when you look at the situation differently, ആ സാഹചര്യത്തെ മറ്റൊരു വിധത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ, when the Bible becomes alive and true, വേദപുസ്തകം ജീവനുള്ളതും സത്യവുമായി മാറുമ്പോൾ, you can laugh at fear. നിങ്ങൾക്ക് ഭയത്തെ നോക്കി ചിരിക്കാം. You can laugh at death. നിങ്ങൾക്ക് മരണത്തെ നോക്കി ചിരിക്കാം. You can laugh at sin. നിങ്ങൾക്ക് പാപത്തെ നോക്കി ചിരിക്കാം. So God wants to lift us up to that higher ground. ദൈവം നമ്മെ ആ ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. One day one young servant of God went to a village to start a Sunday school ministry with an elder sister also. ഒരു മുതിർന്ന ശുശ്രൂഷകൻ ഒരിക്കൽ ഒരു ഗ്രാമത്തിലേക്ക് സൺഡേ സ്കൂൾ ശുശ്രൂഷ ആരംഭിക്കുവാൻ ഒരു മുതിർന്ന ശുശ്രൂഷയോടുകൂടെ കടന്നുപോയി. And one lady came there and opposed them. ഒരു സ്ത്രീ അവിടെ കടന്നു വന്ന് ഇവരോട് എതിർത്ത് നിന്നു. You can't start Sunday school. Who asked you to start here? ഇവിടെ നിങ്ങൾക്ക് സൺഡേ സ്കൂൾ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. ആരാ നിങ്ങളോട് ഇത് ചെയ്യാൻ പറഞ്ഞത്? She fought with them. താൻ അവരോട് പോരാടി. And when the sisters came back to their faith home, സഹോദരിമാരാണ് പോയത്. അവർ തിരിച്ച് ഫെയ്ത്ത് ഹോമിലേക്ക് തിരിച്ചു വന്നപ്പോൾ, and that younger sister saw a dream. കൊച്ചു സഹോദരി ഒരു സ്വപ്നം കണ്ടു. The woman who fought with them really came in the dream. അവരോട് വഴക്കുണ്ടാക്കിയ ആ സ്ത്രീ അവർ ഇടയിൽ വന്നിട്ട്, you came in my dream, you came and tried to start Sunday school here. I am going to destroy you. നിങ്ങൾ ഇവിടെ വന്ന് സൺഡേ സ്കൂൾ ആരംഭിക്കുവാൻ പോകുകയാണ്, ഞാൻ നിങ്ങളെ നശിപ്പിക്കും. And in the dream the sister replied, ആ സ്വപ്നത്തിൽ ആ സഹോദരി മറുപടി പറയുകയാണ്, I am graven in God's mind. ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ എന്നെ വരച്ചിരിക്കുന്നു. Before you destroy me, you have to first go to God's mind and erase me there. Only then can you come and destroy me. എന്നെ നശിപ്പിക്കുന്നതിന് മുമ്പ് നീ ആദ്യം ദൈവത്തിന്റെ മനസ്സിൽ ചെന്ന് എന്നെ അവിടെ ഒന്ന് മായ്ച്ചു കളയണം. അതിനുശേഷം മാത്രമേ നിനക്ക് എന്നെ നശിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. Can you see in the dream itself that sister did not get scared? In the dream itself she was on higher ground and gave a correct response. നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ആ സ്വപ്നത്തിൽ പോലും ആ സഹോദരി ഭയപ്പെട്ടില്ല. ആ സ്വപ്നത്തിൽ തന്നെ താൻ ഉയർന്ന നിലവാരത്തിൽ ഇരുന്നിട്ടാണ് തന്നെ യുദ്ധം ചെയ്യുന്നത്. So God wants to take us to higher ground. That's the how of the battle. Increase our faith, change the way of seeing and fight the battle. ദൈവം നിങ്ങളെ ആ ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വീക്ഷണം, നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളത് മാറ്റിയിട്ട് ദൈവത്തിന്റെ വിധത്തിൽ ആ യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ തുടങ്ങണം. Jesus, if you stay on the ground, നിങ്ങൾ താഴ്ന്ന നിലവാരത്തിൽ തുടർന്നാൽ human beings will say this is incurable. മനുഷ്യർ പറയും ഇതൊരിക്കലും സൗഖ്യമാക്കാവതല്ല. This problem cannot be solved. ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. But when you go to higher ground, എന്നാൽ നിങ്ങൾ ഉയർന്ന നിലവാരത്തിലേക്ക് പോകുമ്പോൾ you hear a voice. നിങ്ങളൊരു ശബ്ദം കേൾക്കും. Behold, I am the Lord, the God of all flesh. Is there anything too hard for me? ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു, എനിക്ക് ഏതെങ്കിലും ഒന്ന് അസാധ്യമുണ്ടോ? In a short while we are all going to climb to higher ground. അല്പസമയത്തിനുള്ളിൽ നാം എല്ലാം ആ ഉയർന്ന സ്ഥലത്തേക്ക് കയറുവാൻ പോകുകയാണ്. I'll just tell one small testimony and we'll close our eyes. ഒരു ചെറിയ സാക്ഷ്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Many years ago I was interpreting for a brother, a believer. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വിശ്വാസിക്ക് വേണ്ടി പരിഭാഷപ്പെടുത്തുകയായിരുന്നു. He was giving his testimony. തന്റെ സാക്ഷ്യം താൻ പറഞ്ഞുകൊണ്ടിരുന്നു. So in his testimony he said, തന്റെ സാക്ഷ്യത്തിൽ താൻ പറയുകയാണ്, I had debt. എനിക്ക് മരണമുണ്ടായി. No, I had debt. എനിക്ക് കടമുണ്ടായിരുന്നു. A debt of 100 crores. 100 കോടി കടമുണ്ടായിരുന്നു. Just imagine that. Not 1 crore, 100 crores. ഒന്ന് ചിന്തിച്ചു നോക്കുക, 1 കോടിയല്ല 100 കോടി കടം. And God helped me to clear all my debt. എന്റെ എല്ലാ കടവും വീട്ടുവാൻ ദൈവം എന്നെ സഹായിച്ചു. I interpreted that, but I couldn't believe it. I said, this man must be bluffing. ഞാനാണ് തനിക്ക് പരിഭാഷപ്പെടുത്തിയത്, പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഓർത്ത് വെറുതെ കഥ പറയുകയാണ് എന്ന് ചിന്തിച്ചു. Then I went to a servant of God who knew that believer and asked that servant of God. ഈ വിശ്വാസി അറിയാവുന്ന ഒരു ശുശ്രൂഷന്റെ അടുക്കൽ ചെന്നിട്ട് തന്നോട് ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചു. This believer said that he had 100 crores of debt and now God cleared his debt. Is it true? ഈ വിശ്വാസിക്ക് 100 കോടി കടമുണ്ടായിരുന്നു എന്ന് താൻ പറഞ്ഞു, അത് ദൈവം വീട്ടി എന്ന് പറഞ്ഞു. അത് സത്യമാണോ? That servant of God said, ആ ശുശ്രൂഷകൻ പറയുകയാണ്, not only is it true that he cleared 100 crores of debt,
If you want 100 crores, he has to give you, he said. തന്റെ 100 കോടി കടം താൻ വീട്ടി എന്നുള്ളത് മാത്രമല്ല, നിനക്ക് 100 കോടി വേണമെങ്കിൽ അദ്ദേഹം തരികയും ചെയ്യും. So see what a mighty God we have. All these things, he is the God of all flesh. Nothing is impossible for him. നോക്കുക, എത്ര ശക്തനായ ദൈവമാണ് നമുക്കുള്ളത്. അവൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാണ്. അവനൊന്നും അസാധ്യമല്ല. So when we look up to the hills, from when comes our help? നാം സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ, When we realize who our God is, നമ്മുടെ ദൈവം ആരാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുമ്പോൾ, when you sit on the ground and try to look at God, your God is a small God. നിങ്ങൾ താഴെ ഇരുന്നു കൊണ്ട് ദൈവത്തെ നോക്കിയാൽ ദൈവം ഒരു ചെറിയ ദൈവമാണ്. But when you climb up that higher ground and look at your God, you can see all the promises speaking to you. എന്നാൽ നിങ്ങൾ ആ ഉന്നതഗിരിയിൽ കയറിയിട്ട് നിങ്ങളുടെ ദൈവത്തെ നോക്കിയാൽ ആ വാഗ്ദത്തങ്ങളെല്ലാം നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. Shall we close our eyes? നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. In the spirit today, we are all going to that higher ground. ഇന്ന് ആത്മാവിൽ നാം എല്ലാം ആ ഉന്നതഗിരിയിലേക്ക് പോകുകയാണ്. So the how means don't sit on the floor. Go to the higher ground and fight your battle. എങ്ങനെ എന്ന് ചോദിച്ചാൽ, താഴെ ഇരുന്നു കൊണ്ടല്ല യുദ്ധം ചെയ്യേണ്ടത്, ഉന്നതഗിരിയിൽ കയറി യുദ്ധം ചെയ്യണം. Are you sick? നിങ്ങൾ രോഗിയാണോ? Do you have any debts? നിങ്ങൾക്ക് എന്തെങ്കിലും കടമുണ്ടോ? Is there any problem in your personal life? നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? Is your own mind a problem? നിങ്ങളുടെ മനസ്സ് തന്നെ ഒരു പ്രശ്നമാണോ? Are some people in your family a problem? അതോ നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലുമാണോ പ്രശ്നം? Is your society giving you some problem? ആ സമൂഹം നിനക്കൊരു പ്രശ്നം തരുന്നുവോ? Whatever it is, now take your eyes off those problems and look to Jesus, from whence comes your help. ഇപ്പോൾ അതെന്തുമായിക്കൊള്ളട്ടെ, ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് സഹായം വരുന്ന യേശുവിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുക. When Jesus was hanging on the cross, he said, "It is finished." യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഇപ്രകാരം തിരുവായി മൊഴിഞ്ഞു, സകലവും നിവൃത്തിയായി. What is finished? എന്താണ് നിവൃത്തിയായത്? My problem is finished. എന്റെ പ്രശ്നം തീർന്നിരിക്കുന്നു. My sickness is finished. എന്റെ രോഗം തീർന്നിരിക്കുന്നു. My debt is finished. എന്റെ കടം തീർന്നിരിക്കുന്നു. My enemy Satan is finished. എന്റെ ശത്രു പിശാച് അവൻ അവസാനിച്ചിരിക്കുന്നു. All the promises are yea and amen. എല്ലാ വാഗ്ദത്തങ്ങളും ഊവ് എന്നും ആമേൻ എന്നുമാണ്. I can do all things through Christ which strengtheneth me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. This anointing is going to take you to higher ground. ഈ അഭിഷേകം നിങ്ങളെ ഉന്നത ഗിരിയിലേക്ക് കൊണ്ടുപോകും. Rise up from the ground. ഈ തറയിൽ നിന്ന് എഴുന്നേൽക്കുവേൻ. Rise up above the laws of nature. ഈ പ്രകൃതിയുടെ നിയമത്തെ വിട്ട് എഴുന്നേൽക്കുവേൻ. Like a rocket, climb up to the mountain. ഒരു റോക്കറ്റ് പോലെ ആ ഗിരിയിലേക്ക് പറന്നുയരുവേൻ. There you will see a bridegroom healing you. അവിടെ നിങ്ങളുടെ മണവാളൻ നിങ്ങളെ സൗഖ്യമാക്കുന്നത് നിങ്ങൾക്ക് കാണാം. There you can see Jesus touching you. അവിടെ യേശു നിങ്ങളെ തൊടുന്നത് നിങ്ങൾക്ക് കാണാം. Shabala baharya baga sambara mahankalama. Yanama ushama karamania saba. Jesus, Yanama ushama kalaba sabra hankalabana marra baga sama. Niza labanka ramana masaba kalama. Riki napati Riki dantira Lukata pasha rakada Lapati rakada dantira Laparakada pala Riki napala Lapati Riki na Lapala Amen. Did some human being say that your problem cannot be solved? ഒരുപക്ഷെ ചില മനുഷ്യർ നിന്റെ പ്രശ്നം പരിഹരിക്കുകയില്ല എന്ന് പറയുകയാണെങ്കിൽ, or did some books say your problem cannot be solved? ചില പുസ്തകങ്ങൾ നിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതാണ് എന്ന് പറഞ്ഞേക്കാം. Don't stay on the ground and listen to those words. നിങ്ങൾ താഴെ ഇരുന്നു കൊണ്ട് ആ വാക്കുകൾക്ക് ചെവി കൊടുക്കേണ്ട. This anointing is taking you to the mountain. ഈ അഭിഷേകം നിങ്ങളുടെ ഗിരിയിലേക്ക് കൊണ്ടുപോകുകയാണ്. Now you look at that problem, ഇപ്പോൾ ആ പ്രശ്നത്തെ നിങ്ങൾ നോക്കുമ്പോൾ, and you say, "Who art thou, O great mountain?" നിങ്ങൾ എന്നിട്ട് ഇപ്രകാരം പറയുവേൻ, ആ മഹാപർവ്വതമേ നീ ആർ. Before Zerubbabel thou will become a plain. സെരുബ്ബാബേലിന്റെ മുമ്പാകെ നീ ഒരു സമതലമായി തീരും. Not by might, not by power, but by my spirit, says the Lord. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. Shamakala siana mahakara bausha. Shamakara siana mankala siana mankarama.
Amen. Some years ago, a believer was facing a big problem. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിശ്വാസി ഒരു വലിയ പ്രശ്നം നേരിട്ടു. It was practically unsolvable. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ പരിഹരിക്കുവാൻ സാധിക്കുന്നതായിരുന്നില്ല. One night she saw a dream. ഒരു ദിവസം താൻ സ്വപ്നം കണ്ടു. A big black snake in her house. തന്റെ വീട്ടിൽ ഒരു വലിയ കറുത്ത പാമ്പ്. The cause of the problem. ആ പ്രശ്നത്തിന്റെ കാരണം. And they didn't know what to do. എന്ത് ചെയ്യണമെന്ന് തനിക്കറിയില്ല. Hiding inside the house. അവരുടെ വീട്ടിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. Suddenly in the dream, one servant of God, one sister came. പെട്ടെന്ന് ആ സ്വപ്നത്തിൽ ഒരു കർത്തൃ ശുശ്രൂഷക ഒരു സഹോദരി വന്നു. The snake touched that sister sari. ആ പാമ്പ് ആ സഹോദരിയുടെ സാരിയിൽ തൊട്ടു. And that big snake became a small worm. ആ വലിയ പാമ്പ് ഒരു ചെറിയ കൃമി പോലെയായി. Then they took a small plastic spade and swept it into that worm into the spade and threw it away. ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് ആ ചെറിയ പുഴു പോലെയുള്ള അതിലേക്ക് തോണ്ടിയിട്ട് അതിനെ എടുത്തെറിഞ്ഞു. When you climb on that higher ground, നിങ്ങൾ ആ ഉന്നത ഗിരിയിലേക്ക് കയറുമ്പോൾ that big snake will become a small worm in your life. ആ വലിയ പാമ്പ് നിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ പുഴു പോലെ മാറും. Do you believe this? നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുവോ? If you believe, you will see God's glory today. നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് ദൈവത്തിന്റെ മഹത്വം കാണും. Let this anointing take you to higher ground. ഈ അഭിഷേകം നിങ്ങളെ ഉന്നത ഗിരിയിലേക്ക് കൊണ്ടുചെല്ലട്ടെ. എന്നേശുവാല സാധ്യമൊന്നുണ്ടോ? എന്നേശുവാല സാധ്യമൊന്നുണ്ടോ? എന്നേശുവാല സാധ്യം, എന്നേശുവാല സാധ്യം, എന്നേശുവാല സാധ്യമൊന്നില്ലേ? എന്നേശുവാല സാധ്യമൊന്നില്ലേ? എന്നേശുവാല സാധ്യം, എന്നേശുവാല സാധ്യം, എന്നേശുവാല സാധ്യമൊന്നില്ലേ? എന്നേശുവാല സാധ്യമൊന്നുണ്ടോ? എന്നേശുവാല സാധ്യമൊന്നുണ്ടോ? എന്നേശുവാല സാധ്യം, എന്നേശുവാല സാധ്യമൊന്നുണ്ടോ? എന്നേശുവാല സാധ്യമൊന്നില്ലേ? എന്നേശുവാല സാധ്യം, എന്നേശുവാല സാധ്യമൊന്നില്ലേ? എന്നേശുവാല സാധ്യമൊന്നില്ലേ? എന്നേശുവാല സാധ്യമൊന്നില്ലേ? എന്നേശുവാല സാധ്യം, എന്നേശുവാല സാധ്യമൊന്നില്ലേ? സുവിശേഷയാത്രയിലുള്ള രാത്രിയിൽ ദൈവം നമ്മോട് തീരുവായി പൊഴിഞ്ഞ വിലയേറിയ വചനങ്ങളെ ഓർത്ത്, ആലോചനയെ ഓർത്ത്, ബുദ്ധിപദേശത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മളെല്ലാവരെയും ജ്ഞാനത്തോടെ യുദ്ധം ചെയ്ത് ജയമെടുക്കുന്നവരാക്കി തീർക്കേണ്ടതിനായി, ക്രിസ്തുയേശുവിന്റെ ജയാളികളായ ഒരു സൈന്യമാക്കി തീർക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം.
കഷ്ടിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗരാജ്യത്ത് കടന്നുകൂടുന്നവരായിട്ടല്ല, സ്വർഗരാജ്യത്തിന്റെ മധ്യഭാഗത്ത് യേശുക്രിസ്തു മഹാരാജാവിരിക്കുന്നിടത്ത് അവന്റെ രാജ്ഞിയായി അവനോടുകൂടെ അവന്റെ സിംഹാസനമിരിപ്പാൻ എല്ലാറ്റിനും നമ്മളെ യോഗ്യരാക്കി മാറ്റുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തിരുവചനപോഷത്തിനായ തന്നെ ദാസന്മാരെ ശക്തീകരിച്ചതുകൊണ്ട് ഇനിയും ശക്തീകരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാപുത്ര പരിശുദ്ധാത്മാവിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനന്ദത്തിന്റെ മായങ്ങളുടെ ദൈവമേ, ഈ രണ്ടാം ദിവസത്തെ അനുഗ്രഹിക്കപ്പെട്ട യോഗത്തെ ഓർത്ത് ഞങ്ങളെ വാഴ്ത്തുന്നു. തുടക്കത്തിൽ തന്നെ വാഗ്ദത്ത പ്രകാരം ഞങ്ങളുടെ മധ്യേ കടന്നു വരികയും പ്രത്യേകിച്ച് ഞങ്ങളോട് സ്വർഗീയാലോചന അവിടെ ദാസന്മാർ മൂലം അറിയിച്ചതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പലപ്പോഴും തളർന്നു പോയിട്ടുണ്ട്, ഞങ്ങൾ മടുത്തു പോയിട്ടുണ്ട്, ജീവിതത്തിന്റെയും ഞങ്ങൾ വെറുത്തു പോയിട്ടുണ്ട്, ജീവിതം അവസാനിപ്പിക്കുവാൻ പോലും ഞങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യണം, ഞങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുവോ അതറിയുവാൻ ആ ജ്ഞാനം, ആ പരിജ്ഞാനം, ആ യുദ്ധതന്ത്രങ്ങൾ അറിയുവാൻ നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ചിരിക്കുന്നതിനാൽ തിരുവിനെ സ്തുതിക്കുന്നു. ഇനിമേൽ പരാജിതരായിട്ടല്ല, നിരാശരായിട്ടല്ല, നിസ്സഹാരായിട്ടല്ല, ക്രിസ്തുവേശ്വർ നല്ല ഭടന്മാരായി യുദ്ധം ചെയ്ത് ജയമെടുപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവെ, ചട്ടപ്രകാരം പോരാടുവാൻ, കർത്താവെ നിയമാനുസൃതമുള്ളതായ യുദ്ധകളത്തിൽ ഓടി ജയമെടുക്കുവാൻ, കിരീടം പ്രാപിപ്പാൻ പ്രാപ്തരാക്കി തീർക്കണമേ. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ദൈവം വലിയവൻ. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടേതായ അറിവില്ലായ്മയിലും ഞങ്ങളുടേതായ ഏറ്റവും താണ അറിവിലും വെച്ചുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്ത് പരാജിതരായി അപമാനിതരായി തീർത്തിട്ടുണ്ട്. ഇനിമേൽ അങ്ങനെയല്ല, ഉയർന്ന തലത്തിൽ കർത്താവിനോട് സ്വർഗ്ഗവിരുദ്ധപ്പെട്ടവരായി, സ്വർഗ്ഗജ്ഞാനമുള്ളവരായി, ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഞങ്ങൾ ജയമെടുത്ത് പിശാചിനെ ജയിച്ച്, പാപത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച് കർത്താവിനോടുകൂടി ആയിരിക്കാൻ ഞങ്ങൾ യോഗ്യരാക്കി തീർക്കും. എല്ലാ മാനമുഹൂർത്തം അവിടത്തേക്ക് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവേ, നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരോടും കർത്താവിന്റെ പ്രത്യക്ഷതവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ സുവിശേഷങ്ങളുടെ രണ്ടാം യോഗം അവസാനിച്ചിരിക്കുന്നു. നാളത്തെ ഒരു സമാപന യോഗമാണ്. പ്രത്യേക നിങ്ങളെല്ലാവരും നാളെ വരികയും നിങ്ങളുടെ സ്നേഹിതരെയും അയൽവാസികളും ചർച്ചക്കാരെയും കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുക. ഇപ്പോൾ